أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا رسول الله يا رسول الله يا حبيب الله يا حبيب الله يا رسول الله يا رسول الله يا حبيب الله يا حبيب الله النبي صلوا عليه صلوات الله عليه النبي صلوا عليه صلوات الله عليه وينال البركات كل من صلى عليه وينال البركات كل من صلى عليه النبي صلوا عليه صلوات الله عليه النبي صلوا عليه സുമമിൽ മധുവിന്നുറവു പടച്ച സൂര്യചന്ദ്രനു വാനിൽ വഴി കാണിച്ചവനായ സർവലോക പരിപാലകനം സുബ്ഹാനവന്നെ സർവസ്തുതിയും സുബ്ഹാനവന്നെ സർവസ്തുതിയും രാഗങ്ങൾ എൻ രാഗങ്ങൾ മോഹങ്ങൾ മമ മോഹങ്ങൾ രാഗങ്ങൾ എൻ രാഗങ്ങൾ മോഹങ്ങൾ മമ മോഹങ്ങൾ അല്ലാ നിന്നോട് മാത്രം അല്ലാ അല്ലാ നിന്നോട് മാത്രം അല്ലാ നിന്നോട് മാത്രം അല്ലാ അല്ലാ നിന്നോട് മാത്രം സുമമിൽ മധുവിന്നുറവു പടച്ച സൂര്യചന്ദ്രനു വാനിൽ വഴി കാണിച്ചവനായ സർവലോക പരിപാലകനം സുബ്ഹാനവന്നെ സർവസ്തുതിയും സുബ്ഹാനവന്നെ സർവസ്തുതിയും നീതിധർമ്മം പരിപാലിക്കാൻ നീ അയക്കുന്നു അല്ലാ നിന്റെ ഇഷ്ട ദാസരെ മണ്ണിൽ സമ്മാനിക്കുന്നു അല്ലാ അല്ലാ യാ അല്ലാ 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 യാ അല്ലാ നീതിധർമ്മം പരിപാലിക്കാൻ നീ അയക്കുന്നു അല്ലാ നിന്റെ ഇഷ്ട ദാസരെ മണ്ണിൽ സമ്മാനിക്കുന്നു നിൻ തിരുമുന്നിൽ കൈകളുയർത്തി കേണിടുന്നല്ലാ നിന്റെ പിരിശ പൂങ്കാവനമിൽ ചേർത്തിടാനല്ലാ വിധിയേകൂ റഹ്മാനേ വിജയം താ സുബ്ഹാനേ വിധിയേകൂ റഹ്മാനേ വിജയം താ സുബ്ഹാനേ വിജയം താ സുബ്ഹാനേ രാഗങ്ങൾ എൻ രാഗങ്ങൾ മോഹങ്ങൾ മമ മോഹങ്ങൾ രാഗങ്ങൾ എൻ രാഗങ്ങൾ മോഹങ്ങൾ മമ മോഹങ്ങൾ അല്ലാ നിന്നോട് മാത്രം അല്ലാ അല്ലാ നിന്നോട് മാത്രം അല്ലാ നിന്നോട് മാത്രം അല്ലാ അല്ലാ നിന്നോട് മാത്രം സുമമിൽ മധുവിന്നുറവു പടച്ച സൂര്യചന്ദ്രനു വാനിൽ വഴി കാണിച്ചവനായ സർവലോക പരിപാലകനം സുബ്ഹാനവന്നെ സർവസ്തുതിയും സുബ്ഹാനവന്നെ സർവസ്തുതിയും اللهم صل وسلم وبارك على سيدنا
سيدنا محمد. الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان صدق الله العلي العظيم. പുതുതായി നിർമ്മിക്കപ്പെട്ട മദ്രസ മദീനത്തുൽ ഉലൂം സുന്നി മദ്രസയുടെ ഉദ്ഘാടന വേദിയിലാണ് ഞാൻ. നിർമ്മാണത്തിൻ്റെയും ഈ സ്ഥാപനത്തിൻ്റെ ഉത്ഭവത്തിൻ്റെയും പശ്ചാത്തലത്തെക്കുറിച്ചൊന്നും വിശദമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ ശ്രോതാക്കളുടെ അറിവിലേക്കായി ഞാൻ പറയുക. അതായത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമയിൽ 1989 ഉണ്ടായ നിർഭാഗ്യകരമായ എന്ന് മുമ്പും ഇപ്പോൾ നമുക്ക് ഭാഗ്യകരമായ എന്ന് പറയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഉണ്ടായ പിളർപ്പിന് ശേഷം നമ്മുടെ ഈ പ്രദേശത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ സമാധാനത്തോടും സന്തോഷത്തോടും റാഹത്തോടും കൂടി നേരത്തെ ഉണ്ടായിരുന്ന മദ്രസ ഇങ്ങനെ പ്രവർത്തിച്ചു പോന്നു. എന്നാൽ പിളർപ്പിന് ശേഷമുണ്ടായ ചില തീരുമാനങ്ങൾ, ചില വ്യവസ്ഥകൾ അതിനുശേഷം നാം പലപ്പോഴായി പല മീറ്റിങ്ങുകളിലും ഉണ്ടാക്കിയെങ്കിലും ആ ധാരണകളെല്ലാം തെറ്റിച്ച് അതിനെതിരെ ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയെങ്കിലും ബന്ധപ്പെട്ടവരെ നാം അത് ഉണർത്തുകയും പലപ്പോൾ അത് മാറ്റിവെച്ച് എന്നാൽ പിന്നീട് അത് തുടരുകയും ചെയ്തു. നാം അതൊന്നും തന്നെ കാര്യമാക്കിയതില്ല. അങ്ങനെ പഠനരംഗം വളരെ മോശമായ, വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങി. വിഷയങ്ങൾ പലപ്പോഴായി ഉണർത്തിയെങ്കിലും അതൊന്നും തന്നെ ശ്രദ്ധിക്കാൻ അതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് താല്പര്യമില്ലായിരുന്നു. ഏതായാലും ഇരു വിഭാഗവും കൂടി സംഘടിപ്പിച്ച അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ നടന്നു വന്ന ഈ സ്ഥാപനത്തിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് രക്ഷിതാക്കൾ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് പഠിപ്പിക്കാൻ തന്റെ സന്തതികൾക്ക്, തങ്ങളുടെ മക്കൾക്ക് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ വളരെ നൂതനമായ തയ്യാറാക്കിയ, ആധുനിക രീതിയിൽ തയ്യാറാക്കിയ സിലബസ് പഠിപ്പിക്കാൻ വളരെയധികം ആഗ്രഹം ഉണ്ടായി. ഈ ആഗ്രഹം അനുസരിച്ച് വലിയ ഒരു ശതമാനം രക്ഷിതാക്കളും ഈ വിഷയം ഒരു നിവേദനത്തിലൂടെ ഇരു വിഭാഗങ്ങളും, ഈ കമ്മിറ്റിയിൽ മദ്രസയിൽ ഇരു വിഭാഗങ്ങളും ഉള്ളത് കൊണ്ട് ഇരു കൂട്ടരുടെയും സിലബസ് അല്പം ഏതാനും ക്ലാസ്സുകളിൽ
സുന്നി വിദ്യാഭ്യാസ ബോർഡ് സിലബസിൽ കൂടി ഉൾപ്പെടുത്തി പഠിപ്പിക്കാൻ തയ്യാറായാൽ എല്ലാവർക്കും അതൊരു നല്ലൊരു കാര്യമായിരിക്കും. എന്നാലും ഏതെങ്കിലും ഒരു സിലബസ് മാത്രം മതിയെന്നോ അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന സിലബസിനെ പാഠം മാറ്റിക്കൊണ്ട് പുതിയൊരു സിലബസിലേക്ക് മാറണമെന്നോ എന്നൊന്നും ആരും ആവശ്യപ്പെടാതെ നിലവിലുള്ള സിലബസിനെ നിലനിർത്തിക്കൊണ്ട് ഏതാനും ക്ലാസ്സുകളിൽ പുതിയ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് കൂടി ഉൾപ്പെടുത്തി എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പോകാമെന്ന ഒരു ആവശ്യവുമായി ഒരു നിവേദനം സമർപ്പിച്ചപ്പോൾ ആ നിവേദനത്തിന് മറുപടി പോലും ലഭിക്കാതെ അത് അവഗണിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ ക്ഷമിച്ചു. കാരണം നാട്ടിൽ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവരുത്, സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നാം ഒന്നും തന്നെ പിന്നീട് പ്രതികരിക്കുകയുണ്ടായില്ല. വീണ്ടും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, അവരുടെ രക്ഷിതാക്കൾ, ആ പ്രവർത്തകരും രക്ഷിതാക്കളും അവരുടെ സന്താനങ്ങൾക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് കൂടി ഉൾപ്പെടുത്തി അതുകൂടി പഠിപ്പിക്കാൻ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർ വീണ്ടും ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആഗ്രഹം പലപ്പോഴായി ഉണർത്തിയപ്പോൾ നാം അത് ഒരു ഒപ്പ് ശേഖരിച്ചുകൊണ്ട് കൂടുതൽ എത്രയോ ആളുകൾ ഈ സിലബസ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹമുള്ളവരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് വീണ്ടും ഒരു നിവേദനം സമർപ്പിക്കാൻ നാം തുനിഞ്ഞപ്പോൾ അതിന് എതിരെയായി മറ്റൊരു ഒപ്പ് ശേഖരണം നടത്തി നാട്ടിൽ ഒരു പ്രശ്നമുണ്ടാകുമോ എന്ന് ഭയന്നതുകൊണ്ട് ആ ഒപ്പ് ശേഖരണം ഞങ്ങൾ തൽക്കാലം വേണ്ടെന്ന് വെച്ചു. കാരണം നാട്ടിലെ സമാധാനമായിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം നാട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് അങ്ങനെ ഒപ്പുശേഖരണം ഞങ്ങൾ നടത്തിയെങ്കിലും ആ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് അത് ആ കമ്മിറ്റിയിലേക്ക് സമർപ്പിക്കാൻ ഞങ്ങൾ സമർപ്പിക്കുന്നതിന് പിന്തിരിയാൻ കാരണം അതിനെതിരെയായി മറ്റൊരു ഒപ്പുശേഖരണം നടത്തി നാട്ടിൽ പ്രശ്നമുണ്ടാകുമോ എന്ന് ഭയന്നുകൊണ്ടാണ്. അങ്ങനെ കാലങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി. പിന്നീട് മദ്രസ പുനർനിർമ്മാണത്തിലേക്ക് എത്തിച്ചേർന്നു. കാലങ്ങളായി എല്ലാവരും കൂടി നിർമ്മിച്ച ആ സ്ഥാപനം, അതിന്റെ ബിൽഡിങ്ങുകളൊക്കെ തകരാറുകൾ സംഭവിച്ചു. കുട്ടികളുടെ മേൽ വീഴാൻ രൂപത്തിൽ അതൊക്കെ അടന്നു വീഴാൻ തുടങ്ങിയപ്പോൾ വീണ്ടും കമ്മിറ്റി കൂടി അത് പുനർനിർമ്മാണത്തിലേക്ക് ആലോചിക്കുകയും ഒരു ജനങ്ങളെല്ലാം വിളിച്ചുകൂട്ടി ജനറൽ ബോഡി എന്ന രൂപത്തിൽ ഒരു യോഗം വിളിച്ചുകൂട്ടുകയും പുനർനിർമ്മാണത്തെ കുറിച്ച് ആലോചിക്കാനായിരുന്നു ആ യോഗം കൂടിയത്. ഈ സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ വീണ്ടും ചിന്തിക്കുകയാണ്. കുറച്ചു കാലം അവർ പാലിച്ചെങ്കിലും പിന്നീട് അതെല്ലാം കാറ്റിൽ പറത്തി അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് നാം വീണ്ടും ഈ വിഷയങ്ങൾ അവരിൽ അവതരിപ്പിക്കുന്നത്. ഏതായാലും ആ ജനറൽ ബോഡിയിൽ വെച്ച് നാം അവരോട് ആവശ്യപ്പെട്ടത് പുനർനിർമ്മിക്കുന്ന അവസരത്തിൽ പുനർനിർമ്മാണത്തിന് ശേഷം ഈ മദ്രസയിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് കൂടി ഉൾപ്പെടുത്തി പഠിപ്പിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. അല്ലാതെ മദ്രസ നടുകെ ഛേദിച്ച് ചുമര് വെച്ച് ഒരു വിഭാഗം AP വിഭാഗത്തിലും മറുവിഭാഗം EK വിഭാഗത്തിലും അല്ലെങ്കിൽ അപ്സ്റ്റെയർ ഒരു വിഭാഗത്തിലും പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ മറ്റൊരു വിഭാഗത്തിലും എന്ന് വേർതിരിക്കാനല്ല, ഇങ്ങനെ രണ്ട് വിഭാഗമാക്കി തിരിച്ച് നാട്ടിൽ ചിത്രത ഉണ്ടാക്കാൻ വേണ്ടിയല്ല. പക്ഷേ ഇത്രയും ആളുകൾ വളരെ അധികം വരുന്ന രക്ഷിതാക്കൾക്ക് ഈ ആവശ്യം ഉള്ളത് കൊണ്ട് ഈ ആവശ്യം പരിഗണിക്കണമെന്ന നിർദ്ദേശമാണ് നാം ആ യോഗത്തിൽ വെച്ചത്. പക്ഷേ ആ യോഗവും അത് പാടെ നിരാകരിക്കുകയായിരുന്നു. ഈ നിരാകരണം വന്നപ്പോൾ നാം ആ യോഗത്തിൽ വെച്ച് തീരുമാനമെടുത്തു, അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചു, നാം കൂടി പൈസ മുടക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സിലബസ് കൂടി പഠിപ്പിക്കാൻ അവസരം തരണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സിലബസ് പഠിപ്പിക്കാൻ സൗകര്യപ്പെട്ട ഒരു സ്ഥലത്ത് ബിൽഡിംഗ് നിർമ്മിച്ച് നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം എന്ന തീരുമാനത്തിൽ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. വളരെ സൗഹാർദ്ദപരമായി, ഒരിക്കലും നാട്ടിൽ ഫിത്നയോ ഫസാദോ ഉണ്ടാക്കണമെന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടല്ല. അതിന്റെ പേരിലാണ് ഇത്രയും കാലം നാം അവരുടെ കാത്തു നിന്നത്. ആദ്യം നിവേദനം നൽകി, പിന്നെ ഒപ്പുശേഖരണം നടത്തി, അതൊക്കെ നാട്ടിലെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി മറുപക്ഷം ശ്രമിച്ചപ്പോൾ അതിനെല്ലാവരും തടയിട്ടുകൊണ്ട് നമ്മൾ വളരെ സൗഹാർദ്ദത്തോടും സമാധാനത്തോടും കൂടി സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിച്ച് ഇങ്ങനെ അവസാനമായി ഒരു തീരുമാനമെടുത്തു. അവരിൽ നിന്നും ഇറങ്ങിപ്പോന്ന് അവർക്ക് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു സ്ഥലത്ത് ബിൽഡിംഗ് കെട്ടി അതിൽ നമ്മുടെ സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കാമെന്ന തീരുമാനത്തിലാണ്. കഴിഞ്ഞ വർഷം 2012 ജനുവരി 12-നായിരുന്നു ആ മീറ്റിംഗ് കൂടിയത്. 15-ാം തീയതി 3 ദിവസം കഴിഞ്ഞ് തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട നമ്മളെ വിനീതനായ നമ്മുടെ പ്രവർത്തകൻ കോട്ടയിൽ മൊയ്നുട്ടി ഹാജി അദ്ദേഹത്തിന്റെ ബിൽഡിംഗ് നമുക്ക് ഒഴിഞ്ഞു തന്നു. അദ്ദേഹത്തിന്റെ വാടക ബിൽഡിംഗ് നമുക്ക് വളരെ ഒരു പ്രതിഫലേച്ഛയും കൂടാതെ
നമുക്ക് അദ്ദേഹം ആ ബിൽഡിംഗ് മദ്രസ നടത്താൻ വേണ്ടി നമുക്ക് ഒഴിഞ്ഞു തരികയാണ്. അങ്ങനെയാണ് 1 മുതൽ 10 കൂടിയ ക്ലാസ്സുകളിലായി 5 അധ്യാപകരെ വെച്ചുകൊണ്ട് നാം നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് ബഹുമാനപ്പെട്ട നമ്മുടെ വയലത്തൂർ സയ്യിദ് യൂസുഫുൽ ജിലാനി തങ്ങൾ നമുക്ക് തുടങ്ങി തന്നത്. ഇതെല്ലാം നമ്മുടെ നേതാക്കന്മാരോടും പണ്ഡിതന്മാരോടൊക്കെ വളരെയധികം കൂടിയാലോചിച്ചായിരുന്നു ചെയ്യുന്നത്. വെറുതെ നമ്മൾ സ്വന്തമായി തീരുമാനമെടുത്തില്ല. പണ്ഡിതന്മാരോട് നേതൃത്വത്തോടും ആലോചിച്ച് അവരുടെ ആത്മീയ പിന്തുണയോടുകൂടിയായിരുന്നു ഇതെല്ലാം ഒരിക്കലും സ്വന്തമായി ഏകാധിപത്യ സ്വഭാവത്തിലുള്ള തീരുമാനങ്ങളായിരുന്നില്ല. വളരെയധികം ആലോചിച്ചും ചിന്തിച്ചും എടുത്ത തീരുമാനപ്രകാരം നേതാക്കന്മാരുടെ ആത്മീയമായ പിന്തുണയോടെയും ആശീർവാദത്തോടും കൂടി വളരെ സൗഹാർദ്ദപരമായ നാട്ടിൽ ഇത്രയും വസാദം ഉണ്ടാക്കാത്ത രൂപത്തിലാണ് നാം ആ പരിപാടിക്ക് തുടക്കമിട്ടത്. ഞാൻ നീട്ടി പറയുന്നില്ല. അൽഹംദുലില്ലാ വളരെ ഭംഗിയായി തന്നെ നാട്ടുകാരുടെയും ഈ മറുനാട്ടുകാരുടെയും അതുപോലെ തന്നെ ഗൾഫിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങളുടെ ഫലമായി അൽഹംദുലില്ലാ വളരെ ഭംഗിയായ രീതിയിൽ ഈ മലപ്പുറം ജില്ലയിൽ എന്നല്ല കേരളത്തിൽ തന്നെ ഇതുപോലെ മനോഹരമായ രീതിയിൽ ഒരു സ്ഥാപനം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. അത്തരത്തിൽ ഒരു സ്ഥാപനം കെട്ടിപ്പൊക്കുവാൻ അൽഹംദുലില്ലാ ഈ നമുക്ക് സാധിച്ചിരിക്കുന്നു. ഇത് സാധിച്ചത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പണ്ഡിതന്മാരുടെയും സയ്യിദന്മാരുടെയും അവരുടെ പ്രാർത്ഥനയും അവരുടെ ആ പിന്തുണയും കൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് ഒരു വലിയ സൗധം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിച്ചത്. ഇതിന്റെ പിന്നെ പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ആ ആരോപണങ്ങളൊക്കെ ഞങ്ങൾ അപ്പാടെ അവഗണിച്ചു. കാരണം പഴയ മദ്രസയ്ക്ക് വേണ്ടി മുമ്പ് 25 ലക്ഷം പിരിച്ചെന്നും ആ സംഖ്യ കൊണ്ടാണ് അവർ പിന്നെ ഇവരെ കെട്ടിപ്പടുക്കാൻ പുതിയ കെട്ടിടം കെട്ടിപ്പടുത്തതെന്നൊക്കെ ആരോപണങ്ങളുണ്ടെങ്കിലും അതൊന്നും ആർക്കും വിശ്വസനീയമായിരുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. ഇതിനുവേണ്ടി കാശ് പിരിക്കാൻ വേണ്ടി ഈ പ്രദേശങ്ങളിലൊക്കെ ഇറങ്ങി നടന്ന് കാശുകളൊക്കെ പിരിച്ചിട്ടുണ്ട്. 1.5 ലക്ഷം പോലെ നമ്മൾ പിരിച്ചെങ്കിലും ആ പൈസ പോലും നമ്മൾ അവരോട് ചോദിച്ചില്ല. നമ്മൾ അതിൽ നിന്നും വഴിതിരിഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥാപനത്തൊക്കെ ചെയ്തത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും നമ്മുടെ പുതിയ തലമുറക്ക് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം മറുപക്ഷികളിൽ നിന്നും പല വ്യതിയാനങ്ങളും സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഓരോ രക്ഷിതാക്കളും ചിന്തിക്കുകയാണ് നമ്മുടെ സന്താനങ്ങൾക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിക്കൂടാ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ വേദിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട യൂസുഫുൽ ജിലാനി വയലത്തൂർ തങ്ങൾ അവர்களാണ്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തങ്ങളാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഷെയ്ഖുന ഖമറുൽ ഉലമ എ.പി. അബൂബക്കർ മുസ്ലിയാരാണ്. ഉസ്താദുകളുടെ അഭാവത്തിൽ ഏതാനും നിമിഷങ്ങൾക്ക് മഹാനവർ ഇവിടെ എത്തിച്ചേരും. ഉസ്താദിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് പല ഭാഗങ്ങളിൽ നിന്നായി ഒരുപാട് പ്രവർത്തകരും പണ്ഡിതന്മാരും ഉമറാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ അവരുടെ പേരുകൾ ഓരോന്നായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സമയത്ത് എനിക്ക് പ്രത്യേകം ഉണർത്താനുള്ളത് ഇതിനു വേണ്ടി ഈ സൗധം ഈ മദ്രസ കെട്ടിപ്പൊക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഈ നാട്ടിലെ പ്രവർത്തകര്, ഈ കൂലിയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര്, അതുപോലെ തന്നെ നമുക്ക് ഈ മദ്രസ വഴി വിരിഞ്ഞപ്പോൾ ഈ അവിടെ ഇറങ്ങി വന്നപ്പോൾ നമുക്ക് സ്ഥലം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട കോട്ടയിൽ മൊയ്തുട്ടി ഹാജി അദ്ദേഹത്തിന്റെ സ്വന്തം ബിൽഡിംഗ് പൂർണ്ണമായും ഒരു പ്രതിഫലവും ഇല്ലാതെ അദ്ദേഹം നമുക്ക് ഒഴിഞ്ഞു തന്നു. ഇവിടെ നടത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമുക്ക് ഒഴിച്ചിട്ട് തന്നു. 1.5 വർഷക്കാലം ആ ബിൽഡിങ്ങിൽ നമ്മൾ പഠനം നടത്തി കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുത്തു. അതുപോലെ അതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മദ്രസ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ബിൽഡിങ്ങിന് ചുറ്റുപാടിന് അദ്ദേഹം പോവാറില്ല. അതിൽ കയറിക്കൊണ്ട് പിന്നെ മാറാനടിക്കലും വൃത്തിയാക്കലും ബെഞ്ച് ശരിയാക്കലും ബ്ലാക്ക് ബോർഡുകളും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ ചുറ്റുപാടിന് അദ്ദേഹം പോവാറേ ഇല്ല. കാരണം അദ്ദേഹത്തെ സ്വന്തം ബിൽഡിംഗ് എന്നതിനേക്കാൾ ഉപരി ഒരു മദ്രസ എന്ന ആ ഒരു മതസ്ഥാപനത്തെ അദ്ദേഹം അത്രത്തോളം അദ്ദേഹം സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഒരു പ്രതിഫലയില്ലാതെ ആ ബിൽഡിംഗ് 1.5 വർഷക്കാലം നമുക്ക് പഠനത്തിന് വേണ്ടി അദ്ദേഹം തന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഇന്ന് നമ്മൾ സജീവ പ്രവർത്തകനാണ്. മാത്രമല്ല നമ്മളെ യൂണിറ്റ് SYSന്റെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം ഇന്ന് ഒരു അപകടം എന്ന് പറഞ്ഞാൽ വീണത് അദ്ദേഹത്തിന്റെ കാലുകളും കൈയും പിന്നെ പരിക്ക് പറ്റി മുറിഞ്ഞ് വീട്ടിലാണ് ഈ സദസ്സിൽ പങ്കെടുക്കേണ്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് വളരെയധികം ആവേശവും ആഗ്രഹവും ഉണ്ട് ഈ പരിപാടിയിലേക്ക് എത്തിപ്പെടാൻ.
അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം അവരുടെ കുടുംബം മൊത്തം ഒന്നടങ്കം ബഹുമാനപ്പെട്ട ഖാദർ ഹാജി എല്ലാ സമയത്ത് നമ്മുടെ ഗുണം ഇതൊന്നും ഈ സ്വാഗതം വിശദീകരിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, കൂലിപ്പണിക്കാരായ ആളുകൾ, ദിവസം കൂലിക്ക് പണിയെടുക്കുന്ന ആളുകൾ, അവർ പോലും വലിയ വലിയ സംഖ്യകൾ ഈ സ്ഥാപനത്തിന് വേണ്ടി സംഭാവന ചെയ്ത് നമ്മളെ ഈ മദ്രസ കെട്ടിപ്പടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. അവർ പലരും നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ. ഗൾഫിലുള്ള പ്രവർത്തകർ പ്രത്യേകം വിളിച്ച് ഇപ്പം അവർ ആവശ്യപ്പെടുന്നു, ഉസ്താദ് യൂസുഫുൽ വിദ്യാർത്ഥികളൊക്കെ സദസ്സിലുള്ളപ്പോൾ ഈ വിഷയങ്ങൾ അവരെ ഉണർത്തണം, അവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം ഗൾഫിലുള്ള പ്രവർത്തകർ അവരുടെ ജോലി സമയം കഴിഞ്ഞ് ഇതിനു വേണ്ടി അവർ ഓടി നടക്കുകയാണ്, പ്രവർത്തിക്കുകയാണ്. നമ്മൾക്ക് വേണ്ടി അവരെ നാണയത്തുട്ടുകൾ ശേഖരിച്ചുകൊണ്ട് നമ്മൾക്ക് അവർ അയച്ചു തരികയാണ്. അപ്പോൾ ഗൾഫിലെ പ്രവർത്തകർ, പ്രവാസികൾ നമ്മൾ ഈ തരത്തിൽ പ്രത്യേകം സ്മരിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറയുന്നു. പല പ്രവർത്തകരും ഉമ്മാക്ക് വേണ്ടിയും മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്ത്രീകൾ ഇവിടെ സ്ഥിരം ക്ലാസ് അബ്ദുൽ അസീസ് അസ്സനി ക്ലാസ് നടക്കില്ല, ആഴ്ചയും ചൊവ്വാഴ്ച ക്ലാസ് നടക്കുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾ, നൂറുകണക്കിന് സ്ത്രീകൾ ആ ക്ലാസ്സിൽ എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ചയും ഇവിടെ വരുന്നു. അവർ ഈ മദ്രസയ്ക്ക് വേണ്ടി സംഭാവന തരുന്നു. അവരവിടെ സ്വർണ്ണങ്ങൾ ഒരുപാട് പേര് അവർ കാതിലുള്ളതും കഴുത്തിലുള്ളതും മക്കളുടെ കയ്യിലുള്ളതും അതുപോലെ കൈമൽ വളകളൊക്കെ ആയിട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവർ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പുസ്തകം തങ്ങളൊക്കെ ഉള്ള വേദിയിൽ നമ്മളുടെ ദുആ ചെയ്യാൻ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെയും മറ്റുള്ള എല്ലാവരെയും ഒന്ന് അറിയിക്കുക മാത്രം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് ഉദ്ഘാടനം ചെയ്യും, സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പൊന്മുൾ ഉസ്താദ് അവർ ഏതാനും നിമിഷങ്ങൾക്കകം എത്തും. ബഹുമാനപ്പെട്ടവരും അവിടെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ SSFന്റെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി ഇവിടെ സ്റ്റേജിലുണ്ട്. അതുപോലെ അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഷരീഫ് സഖാഫി ഡിവിഷന്റെ വൈസ് പ്രസിഡന്റ്. അതുപോലെ തന്നെ മാരിവിന് ശേഷം വടശ്ശേരി ഹസൻ മുസ്ലിയാർ നമ്മുടെ സുന്നി സിലബസിനെ കുറിച്ച് വിശദമായ ഒരു പ്രഭാഷണം ഉണ്ടായിരിക്കും. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഒരുപാട് ഉമറാക്കൾ നമ്മൾ പ്രത്യേകമായി ക്ഷണിച്ചവരും എല്ലാത്തരമായ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് നേതാക്കന്മാരും സ്റ്റേജിലും അല്ലാതെ പുറത്തുമായിട്ടുണ്ട്. ഞാൻ തെറിപ്പിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി തങ്ങളവറുകളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. اللهم صل وسلم وبارك على سيدنا محمد. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين. ما بعد، فلينظر الإنسان مما خلق من ماء دافق. لا تزال طائفة من أمتي ظاهرين الحق. മാന്യ എൻ്റെ സഹപ്രവർത്തകരായ SSF ശാരീരിക ഉമറാക്കളെ, മാന്യ ആദരണീയരായ പണ്ഡിത സുഹൃത്തുക്കൾ, ഉസ്താദന്മാർ, സാദാത്തുക്കൾ, സദസ്യരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതാനും വാക്കുകൾ ശ്രദ്ധയിൽപ്പെടുത്തി വാക്കുകളിച്ചു. ഒരു തബറുക്കിന്, ഒരു ബർക്കത്തിന് വേണ്ടി ഫമാ ലനാ സദറുൽ കലാമി സുദ്ദിറ, ജാർമജറൂറിനൊരു പ്രത്യേകത ഉള്ളതുപോലെ ഉദ്ഘാടനത്തിന് മുമ്പ് അധ്യക്ഷനക്ക് ഒരു അവസരം നൽകി അനുഗ്രഹിച്ചതാണ്. അതുകൊണ്ട് ഏതാനും വാക്കുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ മഹത്തായ സംരംഭം, ഇതിൻ്റെ ഉത്ഭവകഥകളാണ് ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത്. ഇതേ സ്ഥിതി തന്നെയാണ് ലോകത്തെവിടെയും. എവിടെ ചിന്തിച്ചാലും നമ്മെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ വിജയത്തിൻ്റെ നിദാനത്തിൽ ലീസ്റ്റിൽ നോക്കുമ്പോഴോ എല്ലായിടത്തും ഉള്ളത് വിജയവുമാണ്. തുല്യതയില്ലാത്ത പഠനവും സ്ഥാപനങ്ങളും നമുക്ക് ഒന്നിനും ഇല്ലാത്തതിൽ നിന്നും ഉണ്ടായതുമാണ്. നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മൾ ഒമിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ, തള്ളപ്പെട്ടപ്പോൾ നമുക്കൊന്നുമില്ലല്ലോ. സ്വന്തം രാജ്യത്ത് പോലും ഒരു ചായക്കടയിലോ അല്ലെങ്കിൽ റോഡിൽ, സ്വന്തം റോഡിൽ കൂടെ പോലും നടക്കാൻ കഴിയാത്ത, ജനിച്ച രാജ്യത്ത് പോലും ഇല്ലാത്തൊരു ഘട്ടത്തിൽ നിന്നിട്ടാണ് ലോകം ആശകലം അടക്കി ഭരിക്കുന്നത്.
ചരിത്രം പരിശോധിച്ചാൽ എന്തെല്ലാം ഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചത്, ഇതിൻ്റെ ഉത്ഭവകാലം. ഇന്നുള്ള ചില പ്രവർത്തകന്മാരത് ജനിച്ചിട്ടുണ്ടാവുകയില്ല, ഉണ്ടെങ്കിൽ തന്നെ അവർ തമീസായിട്ടുണ്ടാവില്ല, 6 7 ഒക്കെ വയസ്സായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് പാലക്കൽ മുഹമ്മദ് മുസ്ലിം നടന്നു വരുന്നു. ആ കാലഘട്ടത്തിലുള്ള എൻ്റെ സഹപ്രവർത്തകനാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്ഭവ കാലഘട്ടത്തെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. നേതൃത്വമാണ് എപ്പോഴും വിജയത്തിന് വിധാനം. അത് എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അടികളും അങ്ങനെ തന്നെ ഉണ്ടാവും. അവരുടെ യോഗ്യത ആശകരമുണ്ടാവും. ഇപ്പം ഈയിടെ തറയിട്ടാൽ സക്കാഫി 2 ദിവസമായിട്ടുണ്ട് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. AP ഉസ്താദിൻ്റെ ഒരു ഇഷ്ടൻ, ഒരു സക്കാഫി തറയിട്ടാലിൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എൻ്റെ പെണ്ണുങ്ങൾക്ക് ഗർഭമുണ്ട്. വിഷയത്തോടനുബന്ധമായി തന്നെയാണ് പറയുന്നത്. കുട്ടീൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. കുട്ടി പെണ്ണാണ്, അതിൻ്റെ പേരും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എൻ്റെ പെണ്ണുങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഉസ്താദ് കള്ളാസിൽ എഴുതി തിരിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പോലെ എനിക്ക് വിശ്വസിക്കാൻ? അല്ല, ഞാൻ വിശ്വസിച്ചു ഉസ്താദ്, നിങ്ങൾ വേറെയായിട്ടല്ല, എൻ്റെ പെണ്ണുങ്ങൾക്ക് ബോധ്യമാകാൻ ഒരു കള്ളാസിൽ എഴുതി തന്നാടിന്ന് പറഞ്ഞു. തറയിട്ടാലുണ്ട് എഴുതി ആണ് കൊടുത്തു. കുട്ടിയുടെ പേര് നിർണയിച്ചു. ഇങ്ങനെ ഈ അനുഭവങ്ങൾ ചിന്തിക്കുമ്പോൾ ദേശത്തും വിദേശത്തും ഇത്തരം കാര്യങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയാത്ത നിരവധി കാര്യങ്ങൾ. ഇതൊക്കെ നമ്മുടെ നേതൃത്വത്തിൻ്റെ കഴിവുകൾ. ഇതൊക്കെ ഉൾക്കൊണ്ടാണ് അണികൾ ഉണ്ടാകുന്നത്. അബശ്റമിന്ന വാഹിദൻ നത്തബിയോ അനത്തബിയോ. നമ്മളെല്ലാവരും സാധാരണക്കാരാണെങ്കിൽ സാധാരണക്കാരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അസാധാരണത്വം അതാണ് നേതൃത്വത്തിന് വിജയത്തിന് നിദാനം, അവരുള്ള കഴിവ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ മലപ്പുറം ജില്ലയിൽ അല്ലാതെ എവിടെയാണ് ഈ കുട്ടികളൊക്കെ സന്മാർഗത്തിൻ്റെ മാർഗത്തിൽ വരുന്നത്? ഇപ്പോൾ അടുത്ത് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു പെൺകുട്ടി വിളിച്ചു, ഉസ്താദെ, ഇന്ന ഉസ്താദെന്നും വിളിക്കരുത്, തങ്ങളൊന്നും വിളിക്കരുത്, പല പേരും വിളിക്കരുത്. ഏത് വിളിക്കുക എന്നറിയപ്പെടും. ഡോക്ടറേന്ന് വിളിക്കും, വൈദ്യരെന്ന് വിളിക്കും. എനിക്ക് ബുലുവായിരിക്കണം, ഞാൻ മദ്രസിൽ പോകുന്നുണ്ട്, എനിക്ക് മുസാഹിബ് ഒന്നുമില്ലാതെ തൊടാൻ പറ്റും. പഠനാവശ്യാർത്ഥം എനിക്കത് അനുവദനീയമാകുമോ? മോളെ, നീ നിൻ്റെ ഉസ്താദുമായി ബന്ധപ്പെടും. എനിക്ക് ജീവിതത്തിൽ പല സംശയങ്ങളും വരേണ്ടതുമുണ്ട്. അപ്പോഴൊക്കെ ഉസ്താദുമായി ബന്ധപ്പെട്ടാൽ സാൻമാർഗികമായിട്ട് എനിക്ക് ഉയരാൻ ഉസ്താദ് എനിക്ക് മാർഗമായിരിക്കും. ഉസ്താദുമായി ബന്ധപ്പെട്ട ഇന്നതാണ് എൻ്റെ കർമ്മശാസ്ത്രം, പക്ഷെ എന്നാലും ഉസ്താദുമായി ബന്ധപ്പെട്ടാണ്. ഒരു പെണ്ണ് ചോദിക്കുന്നു, എനിക്ക് ശുദ്ധി എന്ന് പറയുന്നത് ഉണ്ടായിട്ടേ ഇല്ല. ശുദ്ധിയും അശുദ്ധിയും മുത്തഹയ്യറത്തിൻ്റെ തൊഴിൽ പറഞ്ഞ 5ാമത്തെ കോലം. അതിന് ഇന്നതാണ് ചെയ്യേണ്ടത്, കുളിക്കണം, മുക്തി, ഇന്ന ഒരു കർമ്മശാസ്ത്രം. നിൻ്റെ ഉസ്താദിൻ്റെ അടുത്ത് ആളുമായിട്ട് ബന്ധപ്പെട്ടോ, അത് പറഞ്ഞു തരുമല്ലോ. അപ്പോൾ ഈ കുട്ടികൾ മുഴുവൻ ഉസ്താദുമായി ബന്ധപ്പെടുന്നതിനോടുകൂടി അവരുടെ വിശ്വാസപരവും ആചാരപരമായ കാര്യങ്ങൾ നന്നാകാൻ ഇടപഴകാൻ, ഈ ഇടപഴകുന്ന കുട്ടികൾക്ക് ഫോണിലൂടെയും മറ്റും നടക്കും. നേരിൽ വരേണ്ട ഉസ്താദുമാർ കുറ്റമറ്റ രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയില്ല. ഇന്നൊരു കുട്ടി വന്നിരുന്നു, പ്രഷറൊക്കെ പാടെ വല്ലാതെ കയറിയിരിക്കുന്നു. 6 മാസം കഴിഞ്ഞു. ഡോക്ടർ പറയുന്നത് ഉമ്മക്കും ഇത് പ്രശ്നമായി പോകും, കുട്ടിയെ എടുക്കണം. ഇത് അവിടുത്തെ നാട്ടിലുള്ള മുദരിസിനോട് ചോദിച്ചാണ്, ഉസ്താദുമായി ബന്ധപ്പെട്ടോ, പറ്റൂലേ, എന്താ അതിൻ്റെ നിയമം, അതനുസരിച്ച് ചെയ്തോ. അപ്പോൾ ഇന്നുള്ള മിക്ക സ്ത്രീകളും നമ്മളെ മക്കളൊക്കെ അവരുടെ മദ്രസയിൽ നിന്ന് പോകുന്ന ശത്രുമായിട്ടോ ക്ലാസ്സിലെ അധ്യാപകന്മാരോ ആയിട്ടാണ് ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടും പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളും ചെയ്യുന്ന. വളരെ സിമ്പിൾ കാര്യങ്ങളല്ലത്, ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളുടെ സംശയം തീർത്ത് കുറ്റമറ്റ രൂപത്തിൽ ആ കർമ്മങ്ങൾ, ആ ആചാരങ്ങളാക്കി തീർക്കാൻ ഈ മേഖല ആവശ്യം. മക്കത്ത് മദീനത്തൊക്കെ പോയി, അതല്ലാത്ത നമ്മളുടെ ഇന്റർ സ്റ്റേറ്റുകളിൽ ഡിസ്ട്രിക്റ്റുകളിലൊക്കെ പോയി നോക്കി എന്താണ് അവിടെ ഉള്ളത്. ഞാൻ മദീന മുനവറയിലേക്ക് ചെല്ലുമ്പോൾ സ്വപ്ന
യൂത്ത് ലഹരികാരി ഇരിക്കുന്ന ഭാഗത്താണ് എനിക്ക് തുടരാൻ സ്ഥലം കിട്ടി. അപൂർവ സ്ഥലങ്ങളാണ് ഇതൊക്കെ. അസംസ്കാരം സലാം കിട്ടിയപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഏറാമെന്ന് തെക്കുമീറത്തിൽ ഏറാൻ പറ്റില്ല. അതോടുകൂടി മുത്തപ്പ എണീക്കുകയും ഒരറ്റ തണ്ട് നെഞ്ചിന് പിടിച്ചു കാണില്ല. ആ സ്വരാത്ത വാഴൽ അസർ നിസ്കാരം സ്നേഹം പിന്നൊരു നിസ്കാരമില്ല എന്ന് പറയുന്ന തള്ളലും കഴിഞ്ഞു. കണ്ടു നിന്നു ഞാൻ. കേരളമല്ലല്ലോ, ആരോഗ്യമാണ് കേടുവന്നു പോകും. എന്തെല്ലാം നിസ്കാരങ്ങളുടെ മുസാഫിരിങ്ങളല്ലേ, എന്തെല്ലാം നിസ്കാരങ്ങളിൽ കഥാ ഉണ്ടാവും. അല്ലെങ്കിൽ അസറിന് മുമ്പുള്ളതായ നിസ്കാരത്തിന് സുന്നത്തിന് അവർ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ സലാം വീട്ടിൽ കൊണ്ടുവരുന്നത് അവനെ ഏതെങ്കിലും കാര്യങ്ങൾ പഠിക്കണ്ടേ. അതിൻ്റെ ശേഷം നിസ്കാരമില്ല എന്ന് പറഞ്ഞാണ് തള്ളി. ഒരു വാസ്തവത്തിൽ ഒരു കാര്യവും അതിനെ സംബന്ധിച്ചിട്ട് അറിയില്ല. വലിയ വലിയ കുട്ടികളൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് നടക്കുമ്പോൾ ഒരു ഫാത്തിഹ പോലും ഓതാനോ ഒരു കർമ്മശാസ്ത്രത്തിൻ്റെ ഒരു കാര്യവും തിരിയാത്ത രൂപത്തിലാണ്. അതേ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ അതിലൊക്കെ കഴിവിറ്റ രൂപത്തിലാണ് ആ കാര്യങ്ങളൊക്കെ. മലായിൽ വഅലാരിസീന മുഹമ്മദ് വരെ അത്തഹിയാത്ത് ഓതി കൊടുത്താൽ നിക്കാഹെ സ്വാധീനമാണ്. അത് നിക്കാഹിൻ്റെ വേദിയിൽ ആണിനെക്കൊണ്ടും പെണ്ണിനെക്കൊണ്ടും അത്തഹിയാത്ത് ഓതിക്കാം. കേരളക്കാർ പെണ്ണുങ്ങളാ മസീഹ് ദജ്ജാൽ വരെ അടിയിരിക്കും. ഇത് കേരളക്കാരിയാണല്ലേ എന്ന് ചോദിക്കും. ലാസ്റ്റ് വരെ അടിയിരിക്കൊണ്ടായി. ഡോക്ടർ ഷൈബ എന്നോട് പറഞ്ഞതാണ്. എൻ്റെ നിക്കാഹിന് മുമ്പ് ഖാദിൻ്റെ കൂടെ അത്തഹിയാത്ത് ഓതാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഓതി മസീഹ് ദജ്ജാൽ വരെയാണ് ഓതി എന്ന് പറഞ്ഞു. മറ്റവർക്ക് അത്ര മതി, അത്രേ അവർക്ക് കിട്ടുകയുള്ളൂ. നമ്മളിവിടുത്തെ ആണിനും പെണ്ണിനൊക്കെ ഇത്രയും വിദ്യാഭ്യാസങ്ങൾ ക്ലാസിൻ്റെ അടിസ്ഥാനത്തിലല്ല, പഠനാർഹമായ പല ക്ലാസ്സുകളും അവർക്ക് ജീവിതത്തിൽ കിട്ടുന്നു. പെണ്ണുങ്ങൾ ചോദിച്ചു, എനിക്ക് അയതുണ്ടായി 2-3 ദിവസമായി, അത് ശുദ്ധിയായി എന്ന് മനസ്സിലാക്കി ഞാൻ നോമ്പ് പോറ്റു. ഞാൻ പറഞ്ഞാൽ അക്കല്ലുള്ള അയതിൻ്റെ കുറഞ്ഞ സമയം ഇന്നതാണ്. അതിൻ്റെ ഉള്ളിൽ രണ്ടാമതും അയത് കണ്ടപ്പെട്ടോ ചെയ്തത് കുറ്റമല്ല, നോമ്പ് കഥാ കുറ്റമാണ്. നിസ്കരിച്ചൊന്നും തെറ്റില്ല, കാരണം സൂക്ഷ്മമായ ശുദ്ധി വന്ന ശേഷമാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടാമതുണ്ടായതായിട്ട് പീരീഡ് തന്നെയാണ്. നിസ്കാരം കഥാ കൂട്ടണം, നോമ്പ് കൂട്ടണം, കുറ്റല്ല. അറിയാതെ ഇതാണ് സംഭവം. അപ്പോൾ ഏതൊക്കെ വിശ്വാസം അവൻ്റെ ജീവിതത്തിൽ മുഴുവൻ നന്നാക്കി തീർക്കാൻ ഉതകുന്ന ഒരു കാര്യമാണ് യഥാർത്ഥ വിജ്ഞാനം, ശർഈയായ അറിവ്. അത് സ്വയം നേടിയെടുത്തിട്ടില്ലെങ്കിൽ ഞാൻ 40 കഴിഞ്ഞിട്ടേ ഉള്ളൂ തങ്ങളെ, ഞാനവിടെ പോവുകയാണ് മാപ്പിളുടെ അടുത്തേക്ക്. ഇപ്പോൾ ദുബൈയിലേക്ക് ഇന്ന് ഫ്ലൈറ്റാണ്, 40 തന്നാണ്. അപ്പം നിഫാസിൻ്റെ സമയമുണ്ട്. കർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ട് ഇപ്പം കണ്ടുമുട്ടിയാൽ എന്താ ആക്കുക? ഈ കുട്ടി അതാ ചോദിക്കുന്നതിൻ്റെ അർത്ഥം. എനിക്കും ബുദ്ധിയുണ്ടല്ലോ, ബന്ധപ്പെടാൻ പറ്റുമില്ലേ? അജ്ജിന് വന്നു കൊടുത്ത് ഇബാദത്ത് ദവാബിൻ്റെ മുമ്പ് മാപ്പിളയും പെണ്ണുങ്ങളോട് റൂമിൽ പോയി. രണ്ടാമത് കഥാ വിട്ടേണ്ടി വന്നു. ചെയ്യാൻ പറ്റാവുന്ന ഇതിൻ്റെ അപ്പുറം പോയി. ഇത് പറഞ്ഞു കൊടുത്തില്ല, വേറെ റൂമിലേക്ക് അങ്ങനെയാണ് പോയതാണ് സംഗതി. പിന്നെ വന്ന് നോക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പടക്കോളായിരുന്നു. അപ്പോൾ ഏതൊരറിവും ഇല്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടികൾക്ക് നല്ല അറിവാണ്. കൂടുതലൊക്കെ അവർ ഓതുന്നതും ദീനിയായ കാര്യങ്ങൾ, അവർ മിക്ക കാര്യങ്ങളും ഒരു ജനറൽ നോളജ് പഠന സമയത്ത് തന്നെ ആ ക്ലാസ് സിലബസിനേക്കാളും അപ്പുറം അവർക്ക് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാന്ദർഭികമായി ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് നല്ല അറിവാണ്. അത് ഈ സമൂഹത്തിൽ നമ്മുടെ ഈ മദ്രസ കൊണ്ടാണ് കിട്ടുന്നതും. ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് നേടാൻ കഴിയുന്നു. ഒരാൾ ഒരു സ്ത്രീ പുരുഷബന്ധം നടന്നു കഴിഞ്ഞാൽ അവളെ വിവാഹം ചെയ്യണമെങ്കിൽ, നിക്കാഹ് ചെയ്യണമെങ്കിൽ അവളുടെ സമ്മതം കൂടായില്ല, അനുവാദം കൂടാതെ പാടില്ല. ഇന്നത്തെ നമ്മുടെ മക്കളുടെ ജീവിതവും അവരുടെ മേഖല, അവർ പോകുന്ന സ്ഥിതികളൊക്കെ നോക്കുമ്പോൾ എന്തെല്ലാം സ്ഥിതിയിലാണ് അവരുടെ ജീവിതം. പത്രത്തിൽ കാണുന്ന സഹോദരിയും സഹോദരനും അവർ നിരന്തരമായ ബന്ധത്തിൽ ഉമ്മയെ വിഷം കൊടുത്തു കൊന്നു. അമ്മോൻ്റെ ഭാര്യയും മകനും തമ്മിലുള്ള എന്തെല്ലാമാണ് പത്രത്തിൽ നമ്മൾ എടുത്താൽ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു തുമ്പും പാലിലൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന എറിഞ്ഞുകൊള്ളേണ്ട കാര്യങ്ങളാണതൊക്കെ. അതിലപ്പുറം എന്നാൽ നമ്മളൊക്കെ സാധാരണഗതിയിൽ നമ്മളൊക്കെ മക്കളെ എന്നാൽ നീ എവിടെ കുട്ടിയെ പഠിക്കുന്നത്, എനിക്ക് വിവാഹം, നീ ഇപ്പം എന്തേ പഠിച്ച്? MS
ഓളെ ക്വാളിഫിക്കേഷൻ. ഇത് തൊള്ളയിൽ നിന്ന് എടുത്താൽ പറയുന്ന ഇല്ലാതെ വലിയ 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 ഉണ്ടകളാണ്. ഇതൊക്കെ ഏജ് ഓവർ പ്രശ്നങ്ങളാണ്. ഇവരുടെ മേഖലകളും ജീവിതവും പവിത്രമായ ജീവിതം കളഞ്ഞു കുടിച്ചവരാണ്. ഇനി അതിനെ വാപ്പ ഞാൻ മുജുബിറായ വലിയാണ്, എനിക്ക് അവളെ സ്വതന്ത്രമായി കെട്ടിക്കാൻ എൻ്റെ സ്വന്തം അധികാരത്തിൽ അവളെ സമ്മതം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചെയ്താൽ യഥാർത്ഥത്തിൽ അവളുടെ സമ്മതമില്ലാതെ സാധുവാവാതിരിക്കുന്നു. കാരണം പുരുഷബന്ധം നടന്നു, സജീവായിരിക്കുന്നു. അപ്പോൾ അവളൊരു അനുവാദത്തോടു കൂടിയാണെങ്കിലോ അത് സാധുവാവുകയും ചെയ്തു. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ചോദിക്കാനും രഹസ്യമായിട്ട് ഉസ്താദ് എൻ്റെ അടുത്തൊരു അബദ്ധം സംഭവിച്ചു, എൻ്റെ നിക്കായെ തീരുമാനിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചോദിക്കാനും പറയാനും അവർക്ക് എല്ലാ മേഖലയിലും അടുപ്പം, അതുപോലെ അവരുടെ ജീവിതത്തിന് ചിട്ടയും വരുത്തുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മദ്രസയും അതിൻ്റെ നേതാക്കളായ ഉസ്താദന്മാരുമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു കുട്ടിയുടെ ജീവിതങ്ങൾ എങ്ങനെയൊക്കെയാണ്. നമ്മുടെ വയലത്തൂർ പള്ളിയിലൊക്കെ ഒരു ആൾ വന്ന് ഒരു ഇമാമിൻ്റെ മുന്നിൽ നിന്ന് ഒരു കുട്ടി നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമിൻ്റെ വലത്തെ ഭാഗത്ത് വേറെ വിവരമില്ലാത്തവരാണെങ്കിലോ ആകെ ഒറ്റക്കിട്ട് അവിടെ എത്രയോ ദൂരത്ത് തോർപ്പത്തിന് അവർക്ക് അതിനെപ്പറ്റി അറിയില്ല, എവിടെ തുടരേണ്ടതെന്നുള്ളത്, തുടർച്ച എങ്ങനെയെന്നുള്ളത് അറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മദ്രസയിലുള്ള കുട്ടികൾക്ക് നിസ്കാരം ശരിക്കും ഉസ്താദന്മാർ പഠിപ്പിക്കുന്നു. അവസരങ്ങൾ നോക്കി സ്ത്രീകളെയും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കർമ്മശാസ്ത്രം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഏത് മേഖലയിലും ആ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും അതിനറിയിക്കുന്ന രൂപത്തിലുള്ള ക്വാളിഫൈഡാണ് നമ്മുടെ അധ്യാപകന്മാരുള്ളത്. ആയതുകൊണ്ട് മെച്ചമായ വിദ്യാഭ്യാസവും ഗുണമേന്മകളും ഉൾക്കൊള്ളുന്നത് അതിൻ്റെ യോഗ്യതയും യഥാർത്ഥത്തിൽ നേതൃത്വം, ഉയർന്ന നേതൃത്വത്തിന് കീഴിലാണ്. ആ നേതൃത്വങ്ങളെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഈ സമയം അതിന് ഉപയോഗിക്കുകയല്ല. മമ്പറം സ്ഥലത്തിന് പോകുന്നു, എൻ്റെ പതിവതാണ്. എനിക്ക് വല്ലാ ബുദ്ധിമുട്ടാകുന്നുണ്ട് അവിടെ എത്തായിട്ട്. പഠിക്കുകയായിട്ട് എ പി ഉസ്താദ് കറക്റ്റിന് എത്തുമെന്നുള്ള ധാരണയിലാണ്. പക്ഷേ എ പി ഉസ്താദിന് നല്ല പരിചയമുണ്ട്, കറക്റ്റിന് എത്തൂല എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം, അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ കണ്ട് എ പി ഉസ്താദ് ഗവർണറുടെ വീട്ടിലുണ്ടാവും, എവിടെ വേണമെങ്കിലും എ പി ഉസ്താദ് ഉണ്ടാകും. പാലക്കാട് എ പി ഉസ്താദ് സിയാറത്തിന് എന്ന് ഗണ്ണനത്തിന് പോണ സമയത്ത് ഒരു സംഭവം, സീമൊലിയുമായിട്ട് ഒരു സംബന്ധത്തിന് വേണ്ടി എ പി ഉസ്താദ് അന്വേഷിച്ച് നടന്നപ്പോൾ അസംസിലേറെ അതിന് പോയിരിക്കുന്നത് എ പി ഉസ്താദ് മാത്രമാണ്. ഗണ്ണനത്തിന് സമ്മതം ചോദിക്കാൻ വേണ്ടി സീമൊലിയെ അന്വേഷിച്ച് നടന്നു പരിസരങ്ങളിലൊക്കെ ഉണ്ട്, കണ്ടെത്തൂല. എവിടെ ചെന്നാലും അവിടെ ഉണ്ട് പറഞ്ഞിട്ട് അധികം അപ്പുണ്ടായിരുന്നല്ലാതെ ഒരൊറ്റ. അതൊക്കെ വാക്ഫാണ്. ഈ സ്ഥലങ്ങളൊക്കെ നടക്കാവുന്ന ദൂരമാണ്, ഏതാനും കിലോമീറ്ററിൻ്റെ ഉള്ളിലാണെങ്കിൽ തന്നെയും. അങ്ങനെ അദ്ദേഹം ലാസ്റ്റ് നിരാശയായി തുണിക്കുപ്പായൊക്കെ ഒരു ബാഗിൽ വെച്ച് ഓടിച്ച് ഗണ്ണനത്തിന് പുറപ്പെട്ടു. പാലക്കാടിൽ നിന്ന് ഖാജാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അവിടെ സിയാറത്ത് ചെയ്ത് അസംസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഒരുത്തൻ എ പി ഉസ്താദിൻ്റെ മുമ്പിൽ അസ്സലാമു അലൈക്കും, സിയമൊലിയിൽ നിങ്ങളോട് സലാം പറഞ്ഞിരിക്കുന്നു, നിങ്ങളോട് കൂടി നല്ല പ്രസംഗിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഈ പ്രദേശത്ത് ഒട്ടാക്കെ തെണ്ടി കിടന്ന് 5-6 കിലോമീറ്ററിനുള്ളിൽ ഈ സിയമൊലിയിൽ ഉണ്ടായിട്ട് അവിടെ നിന്നും നിർദ്ദേശം കൊടുത്തില്ല. 8-9 മണിക്കൂർ യാത്ര ചെയ്തിട്ട് എത്തണം പാലക്കാട്. ഇയാൾ സാധാരണക്കാരനായ മനുഷ്യന്നത്തെ പോലത്തെ ആധുനിക ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളെ കൊണ്ടുള്ള മൊബൈൽ സിസ്റ്റം ഇല്ലാത്ത കാലഘട്ടം കണ്ടെത്താൻ ഐഡന്റിഫൈ ചെയ്യാനുള്ളതായ ഒരു കഴിവുമില്ല. അദ്ദേഹം നേരിലില്ല പോയിട്ട് പ്രയാസം കൂടാതെ എ പി ഉസ്താദിനെ കണ്ടെത്തുകയും മെസ്സഞ്ചർ ആശയം കൈകാര്യം ചെയ്യുന്നു, നിർദ്ദേശം കൊടുക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള മനസ്സ് എന്തായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു, അതിന് നിർദ്ദേശം കൊടുക്കുന്നു. തിരിച്ചു വരുന്ന സംഭവം ഇതൊക്കെ നഗ്നമായ രൂപത്തിൽ ഉറക്കിലൊന്നുമല്ല, ശരിക്ക് തന്നെ. അതെല്ലാം മുട്ടായിയാജിൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയതായിരിക്കുന്ന ശോകമാരികൾ സുദീർഘമായ സംഭവമായതുകൊണ്ട് പറയുന്നില്ല, നിങ്ങൾ അന്വേഷിച്ചാൽ. അമാക്കുൽത്തുലക്ക അല്ലാത്ത ഹഫ ആക്കുലക്ക അല്ലാന ഒരാത്ത ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ ഇനി പേടിക്കുകയോ മുഷിപ്പാവുകയോ ചെയ്യേണ്ടതില്ല, ഇനി മുഷിപ്പാവുകയും വേണ്ട. നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞ് പോയിക്കോളി. ഞാൻ സീമൊലിയുടെ കാല് തടയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ അഭൗതിക ലോകത്തും ഭൗതിക ലോകത്തും എല്ലാം തന്നെയാണ് ഇടപഴകുന്ന മഹാരഥന്മാരുമായി തന്നെ ബന്ധമുള്ള ഒരു വിഭാഗമാണ് നമ്മളുടെ നേതാക്കൾ, നേതൃത്വങ്ങൾ. അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാത്തിനും ഇവരൊക്കെ സാധാരണക്കാരല്ല നമ്മളുടെ ഗുരുവര്യന്മാർ.
എല്ലാ ഗുണമേന്മകളും ഉള്ളതാണ്. കഴിഞ്ഞ കാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നില്ല. വ്യഭിചാര ആരോപണം, കൊലക്കുറ്റത്തിന് പാന്നാം പ്രതി, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ആക്ഷേപിക്കപ്പെട്ടെങ്കിൽ തന്നെ എന്ത് സംഭവിച്ചില്ല? കാലപ്പോകും അവരോട് വിയോജിച്ചിട്ടോ എതിർത്തിട്ടോ യാതൊരു കാര്യമില്ല, ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു വിഭാഗം എൻ്റെ സമൂഹത്തിൽ എക്കാലത്തും ഉണ്ടാകുന്ന പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ ആ ഗുണമേന്മകൾ മുഴുവനും ഒരുമിച്ച് കൂടിയുണ്ടെന്ന് അനുഭവ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങനത്തെ വിഭാഗത്തിന് ഇതിനൊക്കെ നേതൃത്വം നൽകാൻ കഴിയുള്ളൂ. അതൊക്കെ ഉന്നതിയിൽ എത്തുകയും ചെയ്യും, അത്ഭുതങ്ങൾ ഇതിൽ ഉണ്ടാവുകയും ചെയ്യും. ആരെ എതിർക്കും കാര്യം നിങ്ങൾ ചരിത്രങ്ങൾ പരിശോധിച്ച് ജീവിതകാലങ്ങൾ മുമ്പുള്ളതൊക്കെ നോക്കി എന്തൊക്കെയാണ് അനുഭവങ്ങൾ. ആർക്കാ രക്ഷപ്പെടാൻ കഴിയുക? എന്തെല്ലാം ആരോപണങ്ങൾ വന്നു, ഏതിൽ കുടുങ്ങി? ഒന്നിനും സാധിച്ചില്ലല്ലോ. എവിടെയും സൗദികളെ കൊണ്ടുപോയിട്ട് എവിടെ മൂലക്കൽ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ സൗദികളെ കൊണ്ടുപോയിട്ട് ഗവർണർ അടക്കം കൊണ്ടുപോയിട്ട് ആദരിച്ചു, സ്വീകരണം നൽകി. അവിടെ തന്നെ മുമ്പിൽ പോയി മനസ്സിലാൻ എന്തായാലും മലയാളത്തിൽ എനിക്കറിയില്ല. അനുയോജ്യമായ ഒരു പദം നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഈ പദത്തിന് ഒമിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടതാണ്. വാക്കുകൾ സോറി. അപ്പം നമ്മുടെ നേതൃത്വമാണ് നമുക്ക് നോക്കേണ്ടത്. അവരുടെ കഴിവ്, അവരുടെ അറിവ്, അവരുടെ കൂട്ടുകെട്ട്, അവരുടെ ബന്ധങ്ങൾ, അവർ നിയന്ത്രിക്കുന്നവർ, അവരാരുമായിട്ടാണ് കൂട്ടുകെട്ടുന്നത്, അവരാരിൽ നിന്നുണ്ട്, അവരുടെ വിശേഷണങ്ങൾ, ഗുണമേന്മകൾ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇവരിലുണ്ടോ? സൂക്ഷ്മമായി അനുഭവജ്ഞാനത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ അവരൊക്കെ തന്നെയാണ് ഈ സാധാരണക്കാരായ നമ്മൾക്ക് നേതൃത്വം നൽകുന്നതും സന്മാർഗത്തിലേക്ക് നയിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈമാനികമായ ഉയർച്ചയും ഭക്തിയും ആദരവും ഇതിനോട് കൂറും ഉണ്ടാകുന്നത്. അതിൻ്റെ വിജയത്തിന് നിദാനമാണ് ഒന്നുമില്ലാത്തോടത്ത് ഏതാനും വാക്കുകൾ പറഞ്ഞുകൊണ്ട് വഅലൈക്കും അസ്സലാം എന്ന് പറയുകയും ഇതാ നല്ല സ്ഥാപനം ഉണ്ടാവും. വിയോജിപ്പ് ആരോടുമില്ല. ആരോടല്ലെങ്കിൽ വിയോജിപ്പുള്ളത്? എല്ലാവരോടും യോജിപ്പില്ല. ശംസുലുലമ അദ്ദേഹം എൻ്റെ ശൈഖാണല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോവുകയും പരിഹാരങ്ങൾ സംശയങ്ങൾക്ക് മരിക്കുന്നവരെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഏത് പ്രശ്നം പറഞ്ഞല്ലോ? അല്ല ഉസ്താദെ, അല്ലേ മാർക്കറ്റിൽ നിന്ന് കോട്ടക്കെന്ന് പറഞ്ഞ് അള്ളാഹു ഇവിടെ മസലൂരി എന്ന് പറഞ്ഞല്ലോ. അത് അവരുമാ ഖലഖല്ലാഹു എന്ന് പറഞ്ഞതിൻ്റെതാണ് എന്നല്ല. ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞു? സിറാജൻ മുനീറ അതവിടുത്തെ ദാത്തിനെയാണ്. ആരാ അങ്ങനെ പറഞ്ഞു? ഏതൊരു കാര്യം ചോദിച്ചാൽ ആര് പറഞ്ഞാലും അത് പറഞ്ഞാൽ മതി. അത് നമുക്ക് കുറ്റമറ്റ രൂപത്തിലാക്കിയതല്ല. اللهم صل وسلم وبارك على سيدنا محمد. സമുദായ സേവ സമാധാന പാത ഖമറുൽ ഉലമയാം കാന്തപുരം ശൈഖുന. സമുദായ സേവ സമാധാന പാത ഖമറുൽ ഉലമയാം കാന്തപുരം ശൈഖുന. എപി ഉസ്താദിലായെന്നും മാഫിയത്തെ കീടണേ, ദീർഘായുസ്സും ഇസ്സത്തും നീ നൽകി തുണച്ചിടണേ. എപി ഉസ്താദിലായെന്നും മാഫിയത്തെ കീടണേ, ദീർഘായുസ്സും ഇസ്സത്തും നീ നൽകി തുണച്ചിടണേ. സുന്നി തേജസ് എന്നും ഖമറിനോജസ്, സുന്നി തേജസ് എന്നും ഖമറിനോജസ്. മർക്കസിൻ പേരിലേറിയതാ നന്മതൻ പ്രഭചൊരിയുന്നിതാ. സമുദായ സേവ സമാധാന പാത ഖമറുൽ ഉലമയാം കാന്തപുരം ശൈഖുന. അഗതികൾക്കും അനാഥകൾക്കും എന്നും ഉസ്താദഭയമിതാ. നീറും വ്യതകൾ പറയുന്നോരിൽ സാന്ത്വനം അവർ നൽകുന്നിതാ. അഗതികൾക്കും അനാഥകൾക്കും എന്നും ഉസ്താദഭയമിതാ. നീറും വ്യതകൾ പറയുന്നോരിൽ സാന്ത്വനം അവർ നൽകുന്നിതാ. അവിശ്രമ പരിശ്രമം ജീവിതമേ പരലോകം അത് ലക്ഷ്യം
ലക്ഷ്യമതിൽ ആഹിറം വിജയമതാക്കിടണേ ദീർഘായുസിനെ നൽകിടണേ എപി ഉസ്താദിലെന്നും മാഫിയത്തെകിടണേ ദീർഘായുസും ഇസ്സത്തും നീ നൽകി തുണച്ചിടണേ സുന്നി തേജസ് എന്നും അമറിഞ്ഞോജസ് സുന്നി തേജസ് എന്നും അമറിഞ്ഞോജസ് മർക്കസിൻ തേരിലേറിയതാ നന്മതൻ പ്രഭ ചൊരിയുന്നിതാ സമുദായ സേവ സമാധാന പാത അമറുൽ ഉലമയാം കാന്തപുരം ശൈഖുനാ ആലിമീങ്ങളിൽ നജ്മതുമായി അറബ് ലോകമിൽ കേളിയതായി ഇസ്ലാമിക് ഹെറിറ്റേജ് അവാർഡ് എപി ഉസ്താദിൽ ചാർത്തുകയായി ആലിമീങ്ങളിൽ നജ്മതുമായി അറബ് ലോകമിൽ കേളിയതായി ഇസ്ലാമിക് ഹെറിറ്റേജ് അവാർഡ് എപി ഉസ്താദിൽ ചാർത്തുകയായി ഇന്ത്യൻ മുസ്ലിമിലാവേശമായി മർക്കസിൻ അത് പൊന്തൂവലായി ഇന്ത്യൻ മുസ്ലിമിലാവേശമായി മർക്കസിൻ അത് പൊന്തൂവലായി എപി ഉസ്താദിലെന്നും മാഫിയത്തെകിടണേ ദീർഘായുസ്സും ഇസ്സത്തും നീ നൽകി തുണച്ചിടണേ സുന്നി തേജസ് എന്നും അമറിഞ്ഞോജസ് സുന്നി തേജസ് എന്നും അമറിഞ്ഞോജസ് മർക്കസിൻ തേരിലേറിയതാ നന്മതൻ പ്രഭ ചൊരിയുന്നിതാ സമുദായ സേവ സമാധാന പാത അമറുൽ ഉലമയാ കാന്തപുരം ശൈഖുനാ വിദ്യ നുകരും കുരുന്നുകളിൽ അറിവിൻ മധുരം പകർന്നിടലായി മതഭൗതിക വിദ്യാഭ്യാസത്തിൻ സമന്വയം അത് ലക്ഷ്യമതായി വിദ്യ നുകരും കുരുന്നുകളിൽ അറിവിൻ മധുരം പകർന്നിടലായി മതഭൗതിക വിദ്യാഭ്യാസത്തിൻ സമന്വയം അത് ലക്ഷ്യമതായി നാനാത്വത്തിൽ ഏകത്വമേ മർക്കസിൻ മക്കൾ പുലർത്തിടുന്നേ നാനാത്വത്തിൽ ഏകത്വമേ മർക്കസിൻ മക്കൾ പുലർത്തിടുന്നേ എപി ഉസ്താദിലെന്നും മാഫിയത്തെകിടണേ ദീർഘായുസ്സും ഇസ്സത്തും നീ നൽകി തുണച്ചിടണേ സുന്നി തേജസ് എന്നും അമറിഞ്ഞോജസ് സുന്നി തേജസ് എന്നും അമറിഞ്ഞോജസ് മർക്കസിൻ തേരിലേറിയതാ നന്മതൻ പ്രഭ ചൊരിയുന്നിതാ സമുദായ സേവ സമാധാന പാത അമറുൽ ഉലമയാ കാന്തപുരം ശൈഖുനാ സമുദായ സേവ സമാധാന പാത അമറുൽ ഉലമയാ കാന്തപുരം ശൈഖുനാ എപി ഉസ്താദിലെന്നും മാഫിയത്തെകിടണേ ദീർഘായുസ്സും ഇസ്സത്തും നീ നൽകി തുണച്ചിടണേ എപി ഉസ്താദിലെന്നും മാഫിയത്തെകിടണേ ദീർഘായുസ്സും ഇസ്സത്തും നീ നൽകി തുണച്ചിടണേ സുന്നി തേജസ് എന്നും അമറിഞ്ഞോജസ് സുന്നി തേജസ് എന്നും അമറിഞ്ഞോജസ് മർക്കസിൻ തേരിലേറിയതാ നന്മതൻ പ്രഭ ചൊരിയുന്നിതാ സമുദായ സേവ സമാധാന പാത അമറുൽ ഉലമയാ കാന്തപുരം ശൈഖുനാ എപി ഉസ്താദിലെന്നും മാഫിയത്തെകിടണേ ദീർഘായുസ്സും ഇസ്സത്തും നീ നൽകി തുണച്ചിടണേ എപി ഉസ്താദിലെന്നും മാഫിയത്തെകിടണേ ദീർഘായുസ്സും ഇസ്സത്തും നീ നൽകി തുണച്ചിടണേ എപി ഉസ്താദിലെന്നും മാഫിയത്തെകിടണേ ദീർഘായുസ്സും ഇസ്സത്തും നീ നൽകി തുണച്ചിടണേ സമാധാന പാതയിലൂടെ സമുദായത്തെ സേവിച്ച്
അഗതികൾക്കും അനാഥകൾക്കും തണലായി ഇന്ത്യൻ മുസ്ലിമിന് ആവേശമായി ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ജൈത്രയാത്ര തുടരുകയാണ്. സമുദായ തുറന്ന് ആഗ്രഹത്തിൻ സാഫല്യത്താൽ നാദൻ കനിഞ്ഞേ ശൈഖുനയും ശ്രേഷ്ഠരും ഇതാ ഇവിടെയാണഞ്ഞേ മതിയുതിയായി പതിയതിൽ ശോഭ പരന്നേ പുതിയഴകായി നാടിതിൽ നിറ പൂവ് വിരിഞ്ഞേ അതിമനോമോദം നിറഞ്ഞ നാട് പുലർന്നേ ഇതമദീനത്തുൽ ഉലൂമിൻ വാതിൽ തുറന്നേ. اللهم صل وسلم وبارك على سيدنا محمد. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് വന്യരായ പൊന്മള ഉസ്താദ് അവരുകളെ നിർവഹിക്കുന്നു. ആദരവോടുകൂടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم العلم حياة الإسلام وعماد الدين. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദ് അവരുടെ സാദാത്യങ്ങളെ, ഉലമാക്കളെ, ഉമറാക്കളെ, അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ നാട്ടിൽ നേരത്തെ തന്നെ പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്ന മദീനത്തുൽ ഉലൂം മദ്രസയുടെ കെട്ടിട ഉദ്ഘാടന ചടങ്ങാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കരങ്ങളാൽ ഇപ്പോൾ നിർവഹിക്കപ്പെട്ടത്. അതോടനുബന്ധിച്ചുള്ള ഈ സമ്മേളനത്തിൽ നാം ഒക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഉസ്താദിന്റെ പ്രസംഗമാണ്. അതിൻ്റെ മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ ഉസ്താദിൽ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. പരിശുദ്ധ ദീൻ നിലനിൽക്കണമെങ്കിൽ ദീനിന്റെ, ഇസ്ലാമിന്റെ ജീവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട അറിവ് അനിവാര്യമാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ലോകത്ത് വിവിധ തരങ്ങളിൽ ഉള്ള അറിവുകൾ ഉണ്ട്. ഭൗതികമായ അറിവിൽ വിവിധ ഇനങ്ങളുടെ അറിവുകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആ അറിവുകൾ കൊണ്ടൊന്നും ഇസ്ലാമിന് ഇവിടെ ജീവ് ഉണ്ടാകുന്നില്ല. അതിന് നമുക്ക് തെളിവ് പറയേണ്ട ആവശ്യമില്ല. വർത്തമാന കാലം തന്നെ അതിന് തെളിവാണ്. ഭൗതികമായ വിജ്ഞാനത്തിൽ പണ്ടുകാലങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ ഉയർന്നിട്ടുണ്ടെങ്കിലും
യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകുന്നതാണ് നാം കാണുന്നത്. മനുഷ്യത്വം മരവിച്ച് മനുഷ്യൻ മൃഗങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ പറ്റില്ല, ബൽഹും അമല് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചതുപോലെ മൃഗങ്ങളിൽ ഉപരി മനുഷ്യൻ അതപ്പതിച്ചു പോകുന്നതാണ് നാം കാണുന്നത്. ഒരു തരത്തിലും വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇതെന്ന് പറയാൻ ആർക്കും പറ്റില്ല. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, എവിടെ നാം പരിശോധിച്ചാലും ഒരുപക്ഷെ ഭൗതിക വിദ്യകളുടെ ഒക്കെ കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന രാജ്യങ്ങൾ, എല്ലാ കണ്ടുപിടുത്തങ്ങളും ടെക്നോളജിയും ഒക്കെ വളരെ വളരെ ഉയർന്നിട്ടുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിൽ നടക്കുന്നതും അല്ലെങ്കിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾ, അക്രമങ്ങൾ, ദുശ്ചെയ്തികൾ മനുഷ്യത്വത്തിന്റെ ഒരു ലവലേശം പോലും അവരിൽ കാണാൻ പറ്റാത്ത വിധം അവർ നടത്തുന്ന നരനായാട്ടുകളും കൊലകളും പണ്ടുകാലത്തെ ഫറോ ചക്രവർത്തിമാരെ അടക്കം നാണിപ്പിച്ചു കളയും വിധം ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരികളായിരുന്ന ഫറോവ ചക്രവർത്തിമാർ അല്ലെങ്കിൽ നമ്രൂദ് പോലെയുള്ള അവരൊക്കെയും നാണിപ്പിക്കും വിധത്തിൽ മൃഗീയമായ നരനായാട്ടുകൾ നടത്തുന്ന രാഷ്ട്രങ്ങളാണ് നാം കാണുന്നത്. ഭൂപടത്തിൽ നിന്ന് ഓരോ രാജ്യങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടതുപോലെ എത്രയെത്ര നിരപരാധികളായ ആളുകളാണ് മരിച്ചു വീഴുന്നത്. എത്ര രാജ്യങ്ങളിലുള്ള നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത്. ബോംബുകൾ വർഷിക്കുകയാണ്. മഴ വർഷിക്കും പോലെ ബോംബുകൾ വർഷിക്കുന്നു. അതുപോലെയുള്ള രാസ വസ്തുക്കൾ വരെ ഉപയോഗിച്ച് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അതേപോലെ വീട്ടിൽ കഴിയുന്ന നിരപരാധികളെയും കൊന്നൊടുക്കും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഇതൊക്കെ നടത്തുന്നവർ ഒന്നും അറിയാത്തവരല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒന്ന് മാത്രം അവരിൽ ഇല്ലാതെ പോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അൽ ഇൽമു എന്ന് വിശേഷിക്കപ്പെട്ട ആ ഇൽമ, ആ അറിവ്, അതാണ് ഇസ്ലാമിന്റെ ജീവൻ. ആ ഇൽമുണ്ടെങ്കിലേ ഇവിടെ മനുഷ്യനായി ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ. മറ്റു മനുഷ്യരെ മനുഷ്യരായി കാണാൻ സാധിക്കുകയുള്ളൂ. സ്വന്തം തന്നെ മനുഷ്യനാണെന്ന ബോധമില്ലാതെ മറ്റുള്ളവരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ എന്തും ചെയ്യുന്ന അവസ്ഥയിൽ എത്തുന്നുവെങ്കിൽ അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അൽ ഇൽമു എന്ന ആ ഇൽമ് ഇല്ലാതെ പോയതാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോ പഴയ കാലം മുതൽക്ക് തന്നെ ആ അറിവിനെ നാം പ്രാധാന്യം കൽപ്പിച്ചു പോന്നിട്ടുണ്ട്. ഇന്നത്തെ പോലെയുള്ള മദ്രസ സംവിധാനങ്ങളും വിദ്യാഭ്യാസ ബോർഡടക്കമുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിൽ ഓത്തുപള്ളികൾ വളരെ വളരെ കൂടുതൽ ഉണ്ടായിരുന്നു. ഇന്ന് മദ്രസകളുള്ളത് പോലെ പഴയ കാലങ്ങളിൽ ഓത്തുപള്ളികൾ ഉണ്ടായിരുന്നു. ആ ഓത്തുപള്ളികളിൽ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ അവിടെ പഠിപ്പിക്കപ്പെടുന്നു. ഒരു മനുഷ്യൻ നിർബന്ധമായി വിശ്വാസപരമായി കർമ്മപരമായി ഇസ്ലാമിന്റെ സ്വഭാവ സംസ്കാരങ്ങൾപരമായി അറിയേണ്ടുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും വിധമുള്ള പാഠപദ്ധതിയായിരുന്നു ആ ഓത്തുപള്ളികളിൽ നടന്നിരുന്നത്. അതാണ് നമ്മുടെ കേരളത്തെ, പ്രത്യേകിച്ച് മലബാർ ഏരിയയെ ഇസ്ലാമികമായി പച്ചപിടിപ്പിച്ചത് എന്നതിൽ ആർക്കും സന്ദേഹമില്ല. എന്നാൽ ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പണ്ടുകാലത്തുള്ള ഓത്തുപള്ളിയുടെ സ്ഥാനത്ത് വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള മദ്രസ സംവിധാനം നമുക്കുണ്ടായി.
നേരത്തെ ഉണ്ടായിരുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപദ്ധതി അനുസരിച്ച് ഉണ്ടായിരുന്ന സംവിധാനങ്ങളെക്കാൾ എത്രയോ ശാസ്ത്രീയമായതും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തുള്ള മിക്ക സ്റ്റേറ്റുകളിലും ഒക്കെ ധാരാളം മദ്രസകൾ നമ്മുടെ മദ്രസകൾ നടക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത സ്റ്റേറ്റ് കർണാടകയിൽ 2000-ഓളം വരുന്ന 1600-ൽ പരം വരുന്ന മദ്രസകൾ നമ്മുടെ മദ്രസ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ധാരാളം ഷാഫികളല്ലാത്ത ഹനഫികളാണ് ആ പ്രദേശങ്ങളൊക്കെ ഉള്ളത്. അവരുടെ മദ്ഹബ് അനുസരിച്ചുള്ള പാഠപുസ്തകം അത് തന്നെ അവർക്ക് ഉറുദുവിൽ, അതേപോലെ തമിഴ്നാട്ടിൽ ഉള്ള കുട്ടികൾക്ക് തമിഴിലും, ഇനി മറ്റ് രാജ്യങ്ങളിൽ ആഫ്രിക്കയിൽ വരെ ഇംഗ്ലീഷിലും ഒക്കെ അടക്കമുള്ള നമ്മുടെ പുസ്തകങ്ങൾ ഇന്ന് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവിടൊക്കെ ഈ മദ്രസകൾ വന്നു തുടങ്ങി. നേരത്തെ കേരളത്തിന് പുറത്തു പോയാൽ ഇത് കാണുക സാധ്യം ആയിരുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ ഒരു 15 വർഷം മുമ്പ് വടക്കേ ഇന്ത്യയിൽ പര്യടനം നടത്താൻ കഴിഞ്ഞു. ആ വേളയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അവിടങ്ങളിലൊന്നും മദ്രസകൾ ഇല്ല. പിന്നെ ദീനിയായ കാര്യങ്ങൾ വളരെ നിർബന്ധമായി ആർക്കെങ്കിലും പഠിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് പോലെയുള്ള ചെറിയ ചെറിയ ഒത്തുപള്ളി, ആ ഒത്തുപള്ളികൾ തന്നെ നമ്മുടെ നാട്ടിൽ അന്ന് നടന്നിരുന്നത് പോലെ കാര്യക്ഷമമായി നടക്കുന്നില്ല. ഏറെ വന്നാൽ 10 കുട്ടികൾ, അതിൽ പെൺകുട്ടികൾ നന്നേക്കണം. അങ്ങനെ ദീനിന്റെ ബാലപാഠം പോലും അറിയാത്ത സാധാരണക്കാരാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ 10 കൊല്ലത്തിന്റെ ഇടയിൽ ഉസ്താദിന്റെ ഓട്ടം കൊണ്ട് ധാരാളം മദ്രസകൾ അവിടെ നമുക്ക് തുറക്കാൻ കഴിയും. എന്നാലും കേരളത്തെ പോലെ ആയി എന്നല്ല ഞാൻ പറയും. അതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർപ്പെടുത്തുന്നു, ദീനിയായ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ട് അത് നമുക്ക് എന്നേക്കുമുള്ളതാണ്. ഭൗതിക വിദ്യാഭ്യാസം വേണമെന്നതിൽ സന്ദേഹമില്ല. പക്ഷേ അതിന്റെ ഗുണം ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ മാത്രമാണ്. ഈ ഭൗതിക ലോകത്തിലെ ജീവിതം കഴിഞ്ഞാൽ അനന്തമായ മറ്റൊരു ജീവിതം നമുക്ക് വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. നമുക്ക് ആ ജീവിതം സുഭിക്ഷമാകണമെങ്കിൽ അവിടത്തേക്ക് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ സാധിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിവുകൾ വേണമെന്നതിൽ ആർക്കും സംശയമില്ല. ആ അറിവുണ്ടായാൽ നമ്മുടെ വിശ്വാസത്തെ തെറ്റിക്കാൻ, നമ്മുടെ ഈമാനിനെ തെറ്റിക്കാൻ, നമ്മുടെ കർമ്മങ്ങളിൽ തകരാറ് വരുത്താൻ ആർക്കും കഴിയില്ല. വിദേശ കക്ഷികളും അല്ലാതെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ എതിരിൽ ആരൊക്കെ കൊഞ്ഞനം കുത്തുന്നുവോ അവർക്കൊന്നും നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ ആകില്ല. ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു, ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം, ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് എന്ന് മുതൽ നേതൃത്വം കൊടുത്തു തുടങ്ങിയോ അന്ന് മുതലാണ് ഇവിടെ സുന്നത്ത് ജമാഅത്ത് ഉയർന്നു വന്നിട്ടുള്ളത്. സംശയമില്ല. പണ്ടൊരു കാലം ധാരാളം ഭൗതികരായ ആളുകൾ അവരായിരുന്നു സുന്നികളുടെയും കടിഞ്ഞാൻ പിടിച്ചിരുന്നത്. അവര് വേണം എല്ലാത്തിനും എന്നായിരുന്നു. ഇന്ന് ഒരു വാതിൽ തുറക്കാനും ആരുടെയും ആവശ്യമില്ലെന്ന് ഈ രാജ്യത്തിന് തെളിയിച്ചു കൊടുത്തത് വന്യരായ ഉസ്താദാണ്. ആ ഉസ്താദിന്റെ കൂടെ ഞാൻ എന്റെ 30 വയസ്സ് 28-30 വയസ്സ് മുതൽ നിന്നുപോകുന്ന ചരിത്രമേ ഇന്നേ വരെ ഉള്ളൂ. എന്നിട്ട് ഞാനും ഉസ്താദും 2 ധ്രുവങ്ങളിലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില തൽപര കക്ഷിയാണ്. അവരെ താല്പര്യം എന്താണെന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള ആ തസ്വീസുകൾ വസ്വാസുകൾ നടത്തുമ്പോൾ അതൊക്കെ അവജ്ഞതയോടെ ചവറ്റുകൊട്ടയിലേക്ക് എറിയാൻ നമ്മുടെ സുന്നികൾക്ക് കഴിയും. ആരും അതിൽ ആശങ്കപ്പെടാൻ. അങ്ങനത്തെ പലതും നേരത്തെ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടൊന്നും ഇവിടെ സുന്നത്ത് ജമാഅത്തിന് യാതൊന്നും പറ്റുകയില്ല. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ നിൽക്കുന്ന ഈ കേരളത്തിൽ വരുന്ന മഹാഭൂരിപക്ഷം ആലിമീങ്ങൾ, അങ്ങനെയുള്ള ആലിമീങ്ങൾ
നമ്മളെ ആക്ഷേപിക്കുന്ന ഈ കൂട്ടർക്ക് എവിടെയും ഇന്നേവരെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയില്ല. നമ്മുടെ അടുത്ത പ്രദേശമായ കോഴിശ്ശേരി 2 കൊല്ലം മുമ്പ് നാം നടത്തിയ സമസ്തയേല ജമിയത്തുൽ ഉലമായുടെ പണ്ഡിത സഭ, ഒരു പണ്ഡിത സമ്മേളനം, എത്രായിരം ആളുകളാണ്, 6000-ഓളം അല്ലെങ്കിൽ 6000-ലധികം വരുന്ന ആളുകൾ രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ട പണ്ഡിതന്മാർ. അതിലുപരി അതിന് പുറത്തും 10,000-ൽ പരം ആലിമീങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഉസ്താദിനെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. ആ നേതൃത്വത്തെ ശക്തമായി പിന്തുണക്കുന്ന ആലിമീങ്ങളാണെന്ന് എനിക്ക് സംശയമില്ല. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഉസ്താദാണ്. ധാരാളം ഉസ്താദുമാരുടെ ഉസ്താദാണ്. ആ മഹാനവകൾ അവസാനമായി പങ്കെടുത്ത കോട്ടക്കൽ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ നടന്ന നമ്മുടെ ജില്ലാ പണ്ഡിത സമ്മേളനം, ആ സമ്മേളനത്തിന് വരാൻ കഴിയില്ലെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും ഉസ്താദ് അവസാനം ഞാൻ മുകളിലേക്ക് കയറാൻ കഴിയില്ല, അടിയിൽ വരെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് താഴെ വന്ന് അവിടുന്ന് ദുആ ചെയ്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടുന്ന് ഒരുമിച്ച് കൂടി. അങ്ങനെ പോവുകയും പിന്നീട് ഉസ്താദ് വീട്ടിൽ തന്നെ ഒന്ന് പോയി പ്രത്യേകം കാണുകയും ചെയ്തു. പോന്നപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നോടും ബഹുമാനപ്പെട്ട ഹുസൈൻ ശിഹാബ് ആറ്റിക്കോയത്തോടും പറഞ്ഞത് ഞാൻ ഓർക്കുക, ആലിമീങ്ങളെല്ലാം APയുടെ പിന്നാലെ തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ്. ആ സപ്പോർട്ട് മതി നമുക്ക്. അതുകൊണ്ട് ഈ ശക്തിയെ ആർക്കും തകർക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ആഗ്രഹം വെച്ച് പലരും പറഞ്ഞു നടക്കുന്നെങ്കിൽ അതിന്റെ ആ വിശ്വാസികളിൽ ആരും പെട്ടുപോകരുതെന്ന് സാന്ദർഭികമായി ഉണർത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കോൺട്രാക്ടർ മൻസൂറിന് ഉസ്താദ് ഉപഹാരം സമർപ്പിക്കുന്നു. ഉസ്താദിനെ സാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സുഹൃത്ത് മൻസൂറിനെയും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇനി നമ്മോട് ഉസ്താദ് സംസാരിക്കുന്നു. شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. فتنة الرجل في أهله وماله تكفرها الصلاة والصوم والصدقة. رسول الله صلى الله عليه وسلم قال: الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي يدركني.
ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങൾ കടലിൽ നിന്ന് മുത്ത് പെറുക്കിയെടുക്കുന്നവരെ കേട്ടിട്ടുണ്ടായിരിക്കും. കടലിൽ മുങ്ങി അടിയിൽ നിന്ന് മുത്ത് പെറുക്കിയെടുക്കുന്ന ആളുകൾ ഉണ്ട്. അതുപോലെ തോണിയിലും വഞ്ചിയിലും ബോട്ടിലും വള്ളത്തിലുമെല്ലാം കയറി നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്ക് കടലിൽ പോയി കടലിൻ്റെ തിരമാലകൾക്കിടയിൽ മത്സ്യം പിടിച്ചു വരുന്നവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ കടൽ തൊഴിലാളികൾ ഉള്ള സ്ഥലം അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പറയുന്നത്. എന്നാൽ ഒരു വ്യക്തി കടലിൽ ചാടി താഴോട്ട് മുങ്ങി അതിൽ നിന്ന് മുത്ത് പെറുക്കിയെടുക്കുന്നത് കണ്ട് പിറ്റേ ദിവസം ഒരിക്കലും കടലിൽ ചാടി പരിചയമില്ലാത്ത മകൻ, എന്റെ പിതാവ് വെള്ളത്തിൽ മുങ്ങി മുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കരുതി ഇവനും കടലിൽ ചാടിയാൽ തീർച്ചയായും തിരിച്ചു വരികയില്ല, അവൻ മരണപ്പെട്ടു പോകും. അപ്രകാരം തന്നെയാണ് നല്ല ഒരു വള്ളം നിർത്തിയിട്ടത് കണ്ട് ഇന്നലെ എന്റെ പിതാവ് ഈ വള്ളവുമായി പോയി മത്സ്യം കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് കരുതി ജീവിതത്തിൽ ഒരിക്കലും ഈ വള്ളത്തിൽ കയറാത്ത, ഈ വഞ്ചിയിൽ കയറാത്ത 4 ചെറുപ്പക്കാർ അതിൽ കയറി കടലിലേക്ക് അങ്ങോട്ട് പോയാൽ പിന്നെ തിരിച്ചു വരികയില്ല. അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല. വെള്ളത്തിന്റെ തിരമാല എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോയി അവസാനം അവർ മരിച്ചു പോവുകയല്ലാതെ രക്ഷപ്പെടുകയില്ല. അതുപോലെ ചാലിയാർ പുഴയിലും അതുപോലുള്ള മറ്റു പുഴകളിലും കുറ്റിപ്പുറം പുഴയിലും വെള്ളം നിറയുമ്പോൾ ആ വെള്ളത്തിനെതിരായി, ഒഴുക്കിനെതിരായി നീന്താൻ കഴിവുള്ള ഒരു വ്യക്തി നീന്തുന്നത് കണ്ടപ്പോൾ മകനോ മറ്റൊരു വ്യക്തിയോ ആ പുഴയിൽ ഇറങ്ങിയാൽ നീന്താൻ കഴിയുകയില്ല, അവൻ മുങ്ങി മരിച്ചു പോകും. എന്താണ് ഞാൻ മദ്രസ ഉദ്ഘാടനത്തിൽ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കട്ടെ. ഒരല്പനേരം ചിന്തിച്ചിട്ട് പിന്നീട് മറുപടി പറയും. ഞങ്ങളാരും നാളെ മുതൽ കടലിൽ പോകുന്നില്ലല്ലോ, പിന്നെ ഈ കഥ അതിൽ പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വാഹിബു സിർ, പ്രൈവറ്റ് പോലും പറയുന്ന വ്യക്തി ആയിരുന്ന ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹൽ സമിഅത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ഫിത്നത്തി ശൈഅ? ഫിത്നയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലതും പറയുന്നതായി കേട്ടിട്ടുണ്ടോ?
ഫിത്ന എല്ലാവർക്കും മലയാളം പോലെ അറിയാം. ചില ആളുകാർക്ക് ഫിത്ന എന്ന് പറഞ്ഞാൽ മലയാളം തന്നെയാണ്. അത് അറബി പദമാണ്. അതിന് വിവിധ അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരർത്ഥം വെച്ചുകൊണ്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി വമാലിഹി തുകഫിറുഹ സ്വലാത്തു വസ്സൗമു വസ്സദഖ. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ വളർത്തുന്നതിൽ, മക്കളെ സംരക്ഷിക്കുന്നതിൽ, അതുപോലെ ശിഷ്യന്മാരെ തർബിയത്ത് ചെയ്യുന്നതിൽ, ഇതിലെല്ലാം മാതാപിതാക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നുമെല്ലാം ചെറിയ ചെറിയ വീഴ്ചകൾ വരാം. ചെറിയ വീഴ്ച സാധാരണ മനുഷ്യന്മാരിൽ നിന്നെല്ലാം വരാം. ഭാര്യനെ ചെലവ് കൊടുക്കുന്നതിലും അവനെ സംരക്ഷിക്കുന്നതിലും 100% വിജയിച്ചു എന്ന് ഒരു ഭർത്താവിന് പറയാൻ കഴിയില്ല. അതുപോലെ ഭർത്താവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ 100% ഞാൻ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തി എന്ന് പറയാൻ ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. എപ്പോഴെങ്കിലും ചെറിയ അപാകതകൾ സംഭവിച്ചു എന്ന് വരാം. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കരുതി കൂട്ടാതെ ഇങ്ങനെ വന്നു പോകുന്ന ചെറിയ ചെറിയ അപാകതകൾ അവന്റെ നിസ്കാരവും നോമ്പും സദഖയും കൊണ്ട് പുറത്തു പോകും. അവന്റെ നിസ്കാരവും അവന്റെ നോമ്പും അവന്റെ അമലുകളെ കൊണ്ട് അതെല്ലാം പുറത്തു പോകും. അല്ലാഹു തആല പുറത്തു കൊടുക്കും. നമ്മളൊക്കെ സാധുക്കളല്ലേ, നമ്മളിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ പോരായ്മകളൊക്കെ വന്നാൽ ആ പോരായ്മകൾ നമ്മുടെ നിസ്കാരം നോമ്പ് തോന്നിയത് കൊണ്ട് പുറത്തു പോകും എന്ന് പറയുന്നതായി ഞാൻ കേട്ടു. ഫിത്ന, ഇതിന് ഫിത്ന എന്നാ പറഞ്ഞത്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, ലസ്തു അൻ ഹാദാ അസ്അൽ, ഞാൻ ഈ ഫിത്നയെ സംബന്ധിച്ചല്ല ചോദിച്ചത്, പിന്നെയോ അൻ ഫിത്നത്തിൻ തമൂജു കമൗജിൽ ബഹരി, കടലിന്റെ തിരമാലകൾ മറിയുന്നത് പോലെ മറഞ്ഞു കളിക്കുന്ന ഫിത്നയെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് അടുത്തു വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ലാഹുവിന്റെ ഹബീബ് എന്ന് പറഞ്ഞു, കടലിന്റെ തിരമാലകൾ ഇങ്ങനെ മറിഞ്ഞ് കളിക്കുന്നത് പോലെ ഫിത്നകൾ ലോകത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ ഫിത്നയെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. എന്ത് ഫിത്ന? അടക്കക്ക് മഹാളി പിടിക്കുന്ന ഫിത്നയല്ല, തെങ്ങിന് മണ്ടലി പിടിക്കുന്ന ഫിത്നയല്ല, കൃഷികൾ നാശം വരുന്ന ഫിത്നയല്ല, മറിച്ച് മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, ഈമാനിനെ പോക്കറ്റടിക്കുന്ന കക്ഷികളിൽ നിന്നുള്ള ഫിത്ന, ഈമാൻ നശിപ്പിക്കാനുള്ള ഫിത്ന. അതിങ്ങനെ കടലിന്റെ തിരമാല പോലെ എന്ന് പറയുമ്പോൾ കടലിന്റെ തിരമാല എപ്പോഴും ഉണ്ടാവും, ഇല്ലാത്തൊരു സമയമുണ്ടോ? ജൂൺ ജൂലൈ വരുമ്പോൾ കുറച്ചധികം ഉണ്ടാവും. അതുപോലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ചധികം ഉണ്ടാവും, എലക്ഷൻ വരുമ്പോൾ. അങ്ങനെ ഫിത്ന എന്നും ഉണ്ടായിട്ടുണ്ട്. ഫിത്ന ഇല്ലാത്ത ഒരു കാലവും ഇല്ല. കടലിന് തിരമാലടിക്കാത്ത ഒരു കാലവും ഇല്ല. എന്ന് മാത്രമല്ല, കടലും കരയുമായി നോക്കിയാൽ കടലാണ് കൂടുതൽ, വെള്ളമാണ് കരയേക്കാൾ കൂടുതൽ. അതുകൊണ്ട് തന്നെ ഫിത്ന ഉണ്ടാക്കുന്നവരാണ് ഫിത്ന ഉണ്ടാക്കാത്തവരെക്കാൾ അധികം. എന്നാൽ ഇതെന്തിനാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, ഈ കടലിൽ ചാടി മുത്ത് പെറുക്കിയെടുക്കാൻ ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ മകനോ മറ്റൊരു വ്യക്തിയോ അത് കണ്ട് ചാടിക്കൂടാ. മറിച്ച് ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു ദിവസം അല്പമൊന്ന് മുങ്ങണം. മുങ്ങുമ്പോ കുറച്ചങ്ങോട്ടെത്തുമ്പോ വാപ്പാനിക്ക് ശ്വാസം മുട്ടുന്നു,
എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ വാപ്പ അവന്റെ കൈയും പിടിച്ച് മേലോട്ട് കയറി. അടുത്ത ദിവസം ഒരു മുഴം കൂടി താഴോട്ട് പോയി. അങ്ങനെ മാസങ്ങളോളം ഈ മകനെ വെള്ളത്തിൽ മുങ്ങി മുങ്ങി പരിചയപ്പെടുത്തുമ്പോഴാണ് പിതാവ് പോകുന്നത് പോലെ വെള്ളത്തിന്റെ അടിയിലേക്ക് മകനും പോകാൻ കഴിയുന്നത്. അല്ലെങ്കിൽ തോണിയും വഞ്ചിയുമായി ബോട്ടുമായി വെള്ളത്തിൽ പോകാനും അങ്ങനെ തന്നെ പിതാവിന്റെ കൂടെയോ മറ്റാളുടെ കൂടെയോ കുറേ ദിവസം പോയി പോക്ക് കൊണ്ട് ഇങ്ങനെ പരിചയപ്പെട്ട് വന്നാൽ പിന്നീട് ഇവന് പോകാൻ കഴിയും, അല്ലെങ്കിൽ കഴിയില്ല. അതുപോലെ ഇവിടെ ഫിത്നകൾ കടലിന്റെ തിരമാല പോലെ വരുമ്പോഴും ഫിത്നയിൽപ്പെട്ട് മുങ്ങി മരിച്ചു പോകാതിരിക്കാൻ, അഥവാ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരിക്കലും ഫിത്നയിൽ കുടുങ്ങാത്ത മഹാന്മാരുടെ കൂടെ നാം ഒട്ടിപ്പിടിച്ചു നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. വകൂനൂ മഅസ് സാദിഖീൻ, നിങ്ങൾ സജ്ജനങ്ങളുടെ കൂടെ ഒട്ടിപ്പിടിച്ചു നിൽക്കണം. അവരുടെ പ്രസ്ഥാനത്തിലും അവരുടെ ആശയത്തിലും അവരുടെ കൂടെ ചേർന്നുകൊണ്ട് അതിലൊരു മെമ്പറായിട്ട് നിങ്ങളും ജീവിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പരിചയപ്പെട്ട പിതാവിന്റെ കൂടെ ഒരുപാട് കാലം പോയിട്ടുള്ള മകൻ വെള്ളത്തിൽ മുങ്ങുന്നത് പോലെ പഠിക്കുന്നത് പോലെ, അതാ എന്നെ പിടിച്ചോവർ ആരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹു മഹാനവറുകൾ പറഞ്ഞു, എന്നെ പിടിച്ചിട്ട് ആര് നടക്കുന്നോ അവരെ ഞാൻ രക്ഷപ്പെടുത്തും, അവരെ പിടിക്കാൻ എനിക്ക് കഴിവുണ്ട്. ബഹുമാനപ്പെട്ട എല്ലാ തിരമാല പോലത്തെ ഫിത്നയിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് ഇബ്ലീസ്. അവരെ ചതിപ്പാനായി ചൊന്നാര് ഇബ്ലീസ് ചാച്ച് കിടത്തിയച്ചോവർ. അതാ ആകാശത്തിൽ നിന്ന് വാനലോകത്തു നിന്ന് ഒരു സംഘം ആളുകളെ പോലെ വരുന്നു. വലിയ വലിയ നല്ല നല്ല കസേരകളിൽ ഇരുന്നുകൊണ്ട് ആ കസേരയിൽ ഒരു നേതാവുണ്ട്. അയാൾ വലിയ കസേരയിൽ നിന്ന് ചെയർമാനായി അങ്ങനെ കുറെ ചെയറുകളിൽ ഇരുന്നുകൊണ്ട് കുറെ ആളുകളെ പോലെ താഴോട്ട് ഇറങ്ങി വരുന്നു. മലായിക്കത്ത് മനുഷ്യന്മാരെ കോലത്തിൽ ചമഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ഔസുൽ അളവിന്റെ മുമ്പിൽ വന്ന് പറയുന്നു, ഓ അബ്ദുൽ ഖാദിർ ജീലാനി, ഓ മുഹീദ്ദീൻ ശൈഖേ, നിങ്ങൾ അല്ലാഹുവിന്റെ എമ്പാടും കാലമായി ഇബാദത്ത് ചെയ്യുന്നു. നിങ്ങൾ ധാരാളം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. 40 നിലവേറും വേഷാത്തോളൂ തോരുവാന് 40 സുബഹി തൊഴുതോറും 40 കൊല്ലം ഇശാ നിസ്കരിച്ച വുളൂ മുറിയുന്നില്ല. തഹജ്ജുദ് നിസ്കരിക്കാൻ ഉറങ്ങണം, അത് ശർത്താണ്. ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള നിസ്കാരമാണ് തഹജ്ജുദ്. പക്ഷേ ബഹുമാനപ്പെട്ട ഔസുൽ അഅ്ലം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്നിട്ടാണ് ഉറങ്ങുന്നത്. നല്ല ഉറപ്പിച്ചിട്ട് ഇല്ലാ നൗമ മുമക്കിനിൻ മഖഅദഹു, ഇരുന്ന സ്ഥാനം ഉറപ്പിച്ച് ഇരുന്നവന്റെ ഉറക്കം ഒഴികെ എന്ന് നമ്മൾക്ക് ചെറിയ കിതാബ് പഠിച്ചിട്ടുണ്ട്. ഉറക്കം കൊണ്ട് ഒതു മുറിയും, ഇങ്ങനെ ഉറപ്പിച്ചിരുന്നവന്റെ ഒതു മുറിയൂല.
ആ നിലക്ക് ഒന്നു മുറിയാതെ ഒരല്പസമയം ഉറങ്ങുകയും പിന്നീട് എഴുതിയിട്ട് ഒന്നു മുറിയാതെ തന്നെ തജ്ദീദുൽ വുളൂ പുതുതാക്കുക എന്ന ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി വുളൂ എടുക്കുകയും ചെയ്തു. അങ്ങനെ ഇശാ തൊഴുക വുളൂവാലെ സുബ്ഹി തൊഴുതോർ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ധാരാളം റക്അത്തുകൾ നിസ്കരിച്ച് രാത്രി അതാ പാതിര സമയത്ത് കണ്ണുനീര് വാർത്തുകൊണ്ട് അല്ലാഹുവിനോട് കരയുകയും ദിക്റുകൾ സ്വലാത്തും ചൊല്ലിക്കൊണ്ട് നേരം വെളുപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് തങ്ങൾ അദ്ദേഹത്തോടാണ് വന്ന് പറയുന്നത്, ഓ മുഹീദ്ദീൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾക്ക് നിസ്കാരം വേണ്ട, ഇന്നു മുതൽ നിങ്ങൾക്ക് നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, ഒരു നിർബന്ധവും നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇത് പറയാൻ അല്ലാഹു ഞങ്ങളെ ഏൽപ്പിച്ചയച്ച മലക്കുകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ പിടുത്തം പിടുത്തിട്ട് വലിച്ച് കടലിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞു ഇബ്ലീസിനെ. അങ്ങനെ ഒരു ശിറയില്ല, എന്നെക്കാൾ എത്രയോ ശ്രേഷ്ഠതയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 1,24,000 പരം വരുന്ന അംബിയാ മുർസലുകളിൽ ഏറ്റവും ഒരു ചെറിയ നബിയുടെ ഈമാൻ മുഴുവൻ സഹാബത്തിന്റെയും ഔലിയാക്കളുടെയും ഈമാനേക്കാൾ അധികമാണ് കേട്ടോ. നബിമാരുടെ എല്ലാ നബിമാരുടെയും നേതാവായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈമാൻ എത്രയാണെന്ന് പറയാൻ കഴിയില്ല. അവിടുത്തെ മഅരിഫത്ത് എത്രയാണ് അത് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിട്ടില്ല, അത് വേറെ എവിടെയും എഴുതി വെക്കാൻ കഴിയുന്നതല്ല. ലൗഹിലും കലമിലും ഒക്കെയുള്ള ഇൽമ് അങ്ങയുടെ ഇൽമിൽ നിന്നൊരു ചെറിയ ഭാഗമാണ് നബിയെ എന്ന് ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞത്. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വലിയ 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 മഹാന്മാർക്ക് മഅരിഫത്ത് അല്ലാഹു തആല കൊടുക്കുന്നു. അത് വലിപ്പത്തിൽ മഅരിഫത്തിനനുസരിച്ചാണ് അവർ വലുതാകുന്നത്. ആ വലുതാകുന്ന എല്ലാവരുടെയും വലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. അവിടത്തേക്ക് നിസ്കാരം ഉപേക്ഷിക്കൽ അനുവദിച്ചു കൊടുത്തിട്ടില്ല. വഫാത്തിന്റെ സമയത്ത് ശബ്ദിക്കാൻ കഴിയാത്ത ഏറ്റവും ഒടുവിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കാതിങ്ങനെ വെച്ചു കൊടുത്തപ്പോഴും പറയുന്നത് നിങ്ങളൊക്കെ നിസ്കരിക്കണമെന്ന് ഞാൻ വസിയത്ത് ചെയ്യുന്നു എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നിസ്കാരവും നോമ്പും സക്കാത്തും ശരീഅത്തിന്റെ കൽപ്പനയില്ല എന്ന് പറയുന്നത് ഇബ്ലീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വലിച്ചെറിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, കടലിന്റെ തിരമാല പോലെയുള്ള ഫിത്ന വന്നിട്ട് അതിലൊന്നും മുങ്ങിപ്പോയില്ല, റൗദുല്ലാഹ് മുങ്ങിപ്പോയില്ല, റിഫായി ശൈഖ് മുങ്ങിപ്പോയില്ല, അതുപോലുള്ള മറ്റു വലിയ മഹാന്മാർ അവരൊന്നും ആ തിരമാലകളിൽ പെട്ട് ഹലാക്കായി പോയില്ല. ഒഴുകുന്ന വെള്ളത്തിനെതിരെ അവർ നീന്തി. മനുഷ്യന്റെ ശരീരത്തിന്റെ ഒഴുക്ക് എപ്പോഴും ദോഷങ്ങൾ ചെയ്യാനും മോശമായ വാക്കുകൾ പറയാനുമാണ്. എന്നാൽ അതിനെതിരായി ശരീരത്തിന് കൽപ്പനകൾ മുഴുവനും സ്വീകരിച്ചുകൊണ്ട് അവരെല്ലാവരും ജീവിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോ ആ മഹത്തുക്കളെ പിടിക്കണം, അവരെ കൂടെ നിൽക്കണം, അവരെ മുറുകെ പിടിക്കണം. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. ഈ പറയുന്ന ഫിത്നയിൽ പെട്ട് പോകാൻ പാടില്ല. ഏത്
ഏത് കാലവും കടലിലെ തിരമാലകൾ പോലെ ഫിത്നകൾ ഇങ്ങനെ വരും. ഫിത്ന ഇല്ലാത്തൊരു കാലം ഇവിടെ ഉണ്ടായിട്ടില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വളരെ വലിയ അഗ്നി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നിലനിന്നിട്ടുള്ളത്. സ്വഹാബത്തിന്റെ കാലത്ത് ശത്രുക്കളുണ്ടായി, മുനാഫിക്കുകളുണ്ടായി, കപടവിശ്വാസികളുണ്ടായി. അവർ പലതും സ്വഹാബത്തിനെ സംബന്ധിച്ച് പറഞ്ഞു പരത്തി, വിജയിച്ചില്ല. സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിന്നു. അൽ-അഇമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമുകൾ, അവരെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞു. അവരിൽ ചിലരെ പിടിച്ച് ജയിലിൽ വെച്ചു, ഭരണാധികാരികളെ കൂട്ടുകൂടി. എന്നിട്ടും സുന്നത്ത് ജമാഅത്ത് ഇവിടെ അടിയുറച്ചു നിലനിന്നു. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ മുഹദ്ദിസീങ്ങളുടെ, ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവായി അറിയപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ ഒരു ക്ലാസ് നടത്തി തരണം, ഒരു ദർസ് നടത്തി തരണോ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയി കുറെ ആളുകൾ. ആ കൂട്ടത്തിൽ അധികവും പരിചയമില്ലാത്ത ആളുകളായിരുന്നു. അവർ സുന്നികൾ ആയിരുന്നില്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല എന്ന് പറയുന്ന കൂട്ടരായിരുന്നു. ഇമാം ബുഖാരി ആവട്ടെ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാകുന്നു, അത് മഖ്ലൂഖല്ല, സൃഷ്ടിയല്ല എന്ന മുസ്ലിം ലോകത്തിന്റെ വിശ്വാസത്തിന്റെ പ്രചാരകൻ കൂടിയാണ് ഇമാം ബുഖാരി. ഇവരിൽ വിശ്വസിക്കുന്നത് ഖുർആൻ ഒരു സൃഷ്ടിയാണ്, അല്ലാഹുവിന്റെ കലാം അല്ല എന്നായിരുന്നു ഇക്കൂട്ടര് വിശ്വസിച്ചത്. അങ്ങനെ ഇമാം ബുഖാരി ദർസ് നടത്തി ക്ലാസ് എടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലതാ ഈ പ്രശ്നം പറഞ്ഞു. ഇമാം ബുഖാരി പറഞ്ഞു, അൽ ഖുർആനു ലൈസ ബിഖാലിഖിൻ വലാ മഖ്ലൂഖ് ബൽ ഹുവ കലാമുല്ലാഹിൽ ഖദീം കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ മിൻ ഖൗലിൻ വഫിഅലിൻ വനിയത്തിൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അത് ഖദീമായ കലാമാണ്, അത് സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് ഇമാം ബുഖാരി പറഞ്ഞപ്പോൾ ആ സദസ്സിലുള്ള ഈ കൂട്ടരുണ്ടല്ലോ വിദ്യാർത്ഥികാർ, അവരെല്ലാം കൂടി കൂക്ക് വിളിച്ചു. ഇമാം ബുഖാരിയുടെ ദർസ് അർത്ഥപ്പെടുത്തി കൂക്ക് വിളിച്ചിട്ട് ഉറക്കാൻ കൂക്ക് വിളിച്ച് അവരതാ വിളിച്ചു പറയുന്നു, ഇമാം ബുഖാരി ഖുർആൻ മഖ്ലൂഖാണെന്ന് സമ്മതിച്ചിരിക്കുന്നു. നഊദു ബില്ലാഹ്, ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. കാരണം മൻ ഖാല ഇന്നൽ ഖുർആന ഖാലിഖുൻ ഔ മഖ്ലൂഖ് ഫഹുവ കാഫിറുൻ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ പറഞ്ഞിട്ടുണ്ട്, ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്, ഇമാം മാലിക്, അഹ്മദ് ബിൻ ഹംബൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല, അത് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, കുഫരിയത്തുകാരനായി പോകും. അങ്ങനത്തെ കലാമും ഇമാം ബുഖാരി ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ അതാ കൂക്ക് വിളിച്ചുകൊണ്ട് ബുഖാരി അങ്ങനെ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് ഒച്ചട്ട് കൊണ്ട് ഇവര് പരത്തി. ഇമാം ബുഖാരി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവിടുത്തെ ഏതാനും മഹിബീങ്ങളായ സുന്നികളായ ആളുകളുണ്ടായിരുന്നു. അവർ ഇമാം ബുഖാരിയെ കൂട്ടിക്കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് വെച്ച് അവിടത്തെ കൊണ്ട് ദർസ് നടത്തിച്ചു, വഅദ് പറയിപ്പിച്ചു. വല്ലാഹി വല്ലാഹി മാ ഖുൽതു ഇന്നൽ ഖുർആന മഖ്ലൂഖുൻ, അല്ലാഹുവിനെ തന്നെ സത്യം, ഖുർആൻ മഖ്ലൂഖാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്തത് എന്റെ പേരിൽ വെച്ച് കിട്ടിയതാണെന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞപ്പോഴാണ് ജനങ്ങൾക്ക് കാര്യം മനസ്സിലായത് കേട്ടോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഇവിടെ ദീനിന്റെ കാര്യങ്ങൾ ചെയ്ത് പഠിപ്പിച്ച മുഴുവൻ
ഔലിയാക്കളെ സംബന്ധിച്ചും മുഹദ്ദിസീങ്ങളെ സംബന്ധിച്ച് ഫുഖഹായിനെ സംബന്ധിച്ച് ഉലമാഇനെ സംബന്ധിച്ചെല്ലാം കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയും അവരെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ട് ആണ് ഇവിടെ ലോകം വന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുഴുവൻ അഗ്നിപരീക്ഷണങ്ങൾക്കും വിധേയമാക്കപ്പെട്ടുകൊണ്ട് ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിന്നു, സുന്നത്ത് ജമാഅത്ത് നിലനിന്നു. ആ നിലക്ക് തന്നെ നിങ്ങളോടും പറയാനുള്ളത്, എന്തെങ്കിലും അവിടുന്നും കേൾക്കുമ്പോൾ നമ്മളെ സംഘടന ഇന്ന് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി അള്ളാഹു അവിടുത്തെ വയസ്സിനെ നീട്ടിക്കൊടുക്കട്ടെ, ആഫിയത്തോടെ സ്നേഹത്തോടെ നീട്ടിക്കൊടുക്കുമാറാകട്ടെ. ആ മഹാനവറുകളുടെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മുഴുവനും ആ സംഘടന വളർത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കീഴിലുള്ള സുന്നി വിദ്യാഭ്യാസ ബോർഡ് അൽഹംദുലില്ലാഹ് 7 ഭാഷയിൽ നമ്മുടെ ബോർഡിന് പുസ്തകമുണ്ട്. മറ്റുള്ള ബോർഡുകാർക്കൊക്കെ ഒറ്റ ഭാഷയിൽ മാത്രമേ, അത് തന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മദ്രസകളുണ്ട്. മലയാളം, അറബി മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, ഉറുദു, അറബി, ഇങ്ങനെ 7 ഭാഷയിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമുണ്ട്. ഇന്ത്യ രാജ്യത്ത് മുഴുവനും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ണുകടിയുണ്ടായ കൗമ് ഏതെല്ലാം നിലക്കാണ് വിതരണാക്കാൻ നോക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇന്നലെയും മെനയാന്നൊക്കെ നിങ്ങൾ കേട്ടും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന ചാനലും. അതിലൊന്നും ഈമാനുള്ളവൻ വഞ്ചിതരാവരുത്, ഒരൊറ്റ ഈമാനുള്ളവനും അതിൽ വഞ്ചിതരാവരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വക ഇമ്മാച്ചികളെ കൊണ്ടൊന്നും സുന്നത്ത് ജമാഅത്തിനെയും ഇസ്ലാമിനെയും നശിപ്പിക്കാൻ ഇവിടെ സാധിക്കുകയില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെല്ലാം ഉൽപ്പത്തരാവണം, മുഴുവൻ ജനങ്ങളും ഉൽപ്പത്തരാവണം, വളരെയധികം ചിന്തിക്കണം. നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിന് നാം സൂക്ഷിക്കണം. കേട്ടതൊക്കെ അങ്ങ് പറഞ്ഞാൽ സംസാരിച്ചാൽ നമ്മൾ കുറ്റക്കാരായി പോകും. അതുകൊണ്ട് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കണം. വൈലുല്ലിക്കുല്ലി ഹുമസത്തിനുള്ളതി ജമാഅമാനം ബഅദ്ദദ. വെറുതെ പറയുന്ന നേരത്ത് നന്നതായിരുന്നു, അങ്ങനെ പറഞ്ഞു വരാം. ഈ സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ജനങ്ങളെ പരിഹസിക്കുകയും നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് കഠോരമായ ശിക്ഷയുണ്ട്, നരകമുണ്ട്, വൈലുണ്ട്. അവർക്ക് കുറെ മുതലുണ്ട്, കുറെ ആളുകളുണ്ട് എന്നൊക്കെ കരുതിയിട്ട് മനുഷ്യന്മാരെ പരിഹസിക്കാം. ആലിമീങ്ങളെയും മുതല്ലിമീങ്ങളെയും എല്ലാം പരിഹസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ താക്കീത്, നിന്റെ മുതലും നിന്റെ സമൂഹവും അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. നിന്നെ ഹുതമത്തിൽ വലിച്ചെറിയപ്പെടും. എല്ലാവരും നല്ല നോക്കുക, എന്താണാവോ ഈ ഹുതമത്ത്? നല്ല ട്രെയിനിങ് ഉള്ള മുഅല്ലിമീങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കും പോലെ കുട്ടികളങ്ങനെ ഖുർആൻ പഠിച്ചിട്ട് നല്ല ട്രെയിനിങ് ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. സ്കൂളിലായാലും മദ്രസയിലായാലും കുട്ടികൾ ബെഞ്ചിൻ്റെ ബാക്ക് കുത്തിയിട്ട് ഇങ്ങനെ ഉറങ്ങുകയും ഉസ്താദ് അറിയുന്നാക്കിയിട്ട് വായിച്ചു വിടാന്ന് പറഞ്ഞാൽ അത് ക്ലാസ് ആവില്ല. അപ്പൊ ക്ലാസ് കുട്ടികളെ കൂടി ശ്രദ്ധിപ്പിക്കണം. ശ്രദ്ധിപ്പിക്കുന്നു വളരെ ഗൗരവത്തിൽ. അവനെ ഹുതമത്തിൽ വലിച്ചെറിയപ്പെട്ടു. ആർക്കും അറിയില്ല ഹുതമത്ത് എന്താണെന്ന്. അള്ളാഹു തന്നെ ചോദിക്കുന്നു, ഹുതമത്ത് എന്താണെന്ന് അറിയാമോ? നാറുല്ലാഹിൽ മൂഖദത്തു
കത്തിജ്വലിക്കുന്ന എത്രയോ കാലം കത്തിക്കപ്പെട്ട നരകമാണ്. ആ നരകം തൊലിയും മജ്ജയും മാംസവും എല്ലും ഇതെല്ലാം കരിച്ച് 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 ഹൃദയമാവുന്ന ആ മാംസക്കട്ടത്തെ പോലും കരിക്കുന്ന കഠോരമായ വേദനയുള്ള ആ കരിക്കൽ വരുന്നതാണ് നരകം. ആ നരകത്തെ നീ വലിച്ചെറിയപ്പെടും എന്ന് അല്ലാഹു പറയുന്നു. ആർക്ക്? ശിക്ഷ. ഇവിടെ ഒരുപാട് ആലിമീങ്ങളും മുത്താലിമീങ്ങളൊക്കെ ഉണ്ട്. ഇവരോട് ചോദിക്കും, ഖുർആനിൽ എവിടെയെങ്കിലും കള്ളു കുടിക്കുന്ന ശിക്ഷ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്? കള്ളു കുടിക്കുന്നവരുടെ ശിക്ഷ, നിസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ ശിക്ഷ പറഞ്ഞിട്ടുണ്ട്, സകാത്ത് കൊടുക്കാത്തവരുടെ ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. എല്ലാ തെറ്റുകളും ചെയ്താൽ അതിന് കഠോരമായ ശിക്ഷയുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു സൂറത്ത് പൂർണ്ണമായി അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. അത് ഈ ഗീബത്ത് പറയുന്ന, ഫസാദ് പറയുന്ന വിദഗ്ധക്കാർക്ക് മാത്രമാണ് ഒരു സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ ഫിത്നയും ഫസാദും ഗീബത്തും നമീമത്തും പരിഹാസവും അത് അവന്റെ ഈമാനെ നശിപ്പിക്കും, മറ്റ് ധാരാളം ആളുകളുടെ ഈമാനെ നശിപ്പിക്കും. ഒരുത്തൻ നിൽക്കാണ്ടിരുന്നാൽ അവനാണ് കേട്, മറ്റുള്ളവർക്ക് കേടില്ല. ഒരാൾ നോമ്പ് തോൽക്കാതിരുന്നാൽ അവന് കേട്. ഇതങ്ങനെയല്ല. ഈ ഗീബത്തും നമീമത്തും പരിഹാസവും ഫിത്നയും അത് അവന്റെ കാരണം കൊണ്ട് മറ്റുള്ള ധാരാളം ആളുകൾ പിടിച്ചു പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഖുർആനിലെ ഒരു സൂറത്ത് മുഴുവനും ഇതിന്റെ ശിക്ഷ പറയാനായി അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, എൻ്റെ ആത്മമിത്രങ്ങളായ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളെ, കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാം നമ്മുടെ ഈമാനെ സൂക്ഷിക്കണം. നമ്മുടെ ഈമാൻ നശിച്ചു പോകാതെ നമുക്കിവിടെ ജീവിക്കാനും ഈമാൻ നശിച്ചു പോകാതെ കാമിലായ മുഅ്മിനായി മരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നാം എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ മദ്രസ അതിനു വേണ്ടിയാണ്. ആ നിലക്ക് നമ്മുടെ കുട്ടികളെ തസ്കിയത്ത് ചെയ്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മദ്രസ ഉണ്ടാക്കിയത്. ഒരാലങ്കാരികമായി ഉണ്ടാക്കിയതല്ല. ഇൻഷാ അല്ലാഹ് ഇവിടെ മദ്രസയുടെ സമയത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പുറമെ മറ്റ് ഒഴിവുള്ള സമയത്ത് ഇവിടുത്തെ യുവാക്കൾക്ക് ക്ലാസ് വെക്കാനും വയസ്സന്മാർക്ക് സ്റ്റഡി കൊടുക്കാനും അതുപോലെ ഖുർആൻ വലിയവർക്കും വയസ്സന്മാർക്ക് പഠിപ്പിക്കാനും അങ്ങനെ എല്ലാ സമയവും നമ്മുടെ മദ്രസ പ്രവർത്തിക്കുന്ന ഒരു പദ്ധതി ഞങ്ങൾ വിദ്യാഭ്യാസത്തോട് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് ഈ മദ്രസയിലും ഉണ്ടാകും. വെറും രാവിലെ 2 മണിക്കൂർ കൊണ്ട് മതിയാക്കിക്കൊണ്ട് തെറ്റൊന്നുമില്ല. ഒരൊറ്റ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി അല്ലാഹ് സ്വീകരിച്ചാൽ ഈ ചെയ്ത എല്ലാത്തിനും പോയി കിട്ടും. അത് മതി. പക്ഷേ അങ്ങനെ ആക്കണ്ട. നമുക്ക് എല്ലാ സമയവും, പകൽ സമയം മുഴുവനും, രാത്രിയിൽ നിന്നുള്ള കുറച്ച് സമയവും എല്ലാം ഈ മദ്രസ ഉപയോഗപ്പെടുത്താൻ കൂടി സാധിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ്. ചെറിയ സ്വലാത്ത് اللهم صل على اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى يا أرحم الراحمين. أرحم الراحمين ملك الملوك يا رحمن يا رب. എൻ്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തിന്റെ ബഹുമതി കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു തരണം റഹ്മാനേ. ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനേ. നീ പുറത്തു കൊടുക്കണം റഹ്മാനേ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ,
ഞങ്ങൾ ഈ സ്ഥാപനത്തെ സഹായിച്ചവരും മറ്റ് സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരും നാട്ടിലും വിദേശത്തുമുള്ള എല്ലാവരും നീ അവർക്കൊക്കെ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെ എല്ലാവരുടെയും ഹൈറായ ഉദ്ദേശങ്ങളെ സാധിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങളെ പ്രിയം വെക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ സലാമത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ആഫിയത്ത് തരണം റഹ്മാനെ. സലാമത്ത് നൽകണം റഹ്മാനെ. ഇസ്സത്ത് നൽകണം റഹ്മാനെ. സർവ്വ രോഗങ്ങളും ശിഫയാക്കണം റഹ്മാനെ. ഇവിടെ ഈ മദ്രസയ്ക്ക് വേണ്ടി ഉത്സാഹിച്ച വയസ്സായ ഒരാൾ രോഗമായി കിടക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സുഖമാക്കി കൊടുക്കണം റഹ്മാനെ. അതുപോലെ അധ്വാനിച്ച മുഴുവൻ ആളുകൾക്കും നീ നല്ല സുഖവും ഇസ്സത്തും നൽകണം റഹ്മാനെ. ബറക്കത്ത് നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും തീർത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ സംഘടനയെയും പ്രവർത്തനത്തെയും ഭിന്നിപ്പിക്കാൻ വരുന്ന മുഴുവൻ ആളുകളെയും നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. അവരെ നീ തോൽപ്പിക്കണം റഹ്മാനെ. ഞങ്ങളുടെ സംഘടന നീ ശക്തിപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ ശക്തിയും നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ഇസ്സത്തിനെ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ആഫിയത്ത് വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ്, ഒരു കുട്ടി കണ്ണിലൊരു കൊള്ളി തട്ടിയിട്ട് വിഷമിക്കുന്നുണ്ട്. പടച്ചവനെ, കണ്ണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ്. നീ അത് സുഖമാക്കി കൊടുക്കണേ അല്ലാഹ്. നീ സുഖമാക്കി കൊടുക്കണേ അല്ലാഹ്. ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമേ, കച്ചവടക്കാർക്കും തൊഴിൽ ചെയ്യുന്നവർക്കും എല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. വിദേശത്തും സ്വദേശത്തുമുള്ളവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ പ്രശ്നങ്ങളെല്ലാം നീ പരിഹരിച്ച് അവർക്കെല്ലാം നല്ല റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ അല്ലാഹ്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. ഗർഭിണികളായ സ്ത്രീകൾക്ക് സുഖപ്രസവത്തിലൂടെ നല്ല കുട്ടികളെ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഇത് വേറൊന്നും ആലോചിക്കാം. പണ്ടൊരിക്കലും ചെറുപ്പത്തിലല്ല, വയലു അറിയാൻ തുടങ്ങിയ കാലത്ത് ഒരാൾ വന്നിട്ട് എൻ്റെ ഭാര്യക്ക് ഗർഭാണ് നേർക്കണം. ഞാൻ വയലിലൊന്നുമല്ല, അല്ലാത്ത പ്രസവത്തിലിരിക്കും. സുഖപ്രസവങ്ങളൊന്നും ആയിരുന്നു. അപ്പൊ അവിടെ കാര്യമായ ഒരു വലിയുണ്ടായി. മൂപ്പരിനോട് പറഞ്ഞു, സുഖമായി പ്രസവിച്ചാൽ തന്നെ പോലെയല്ല, കുട്ടി നന്നാകും വേണ്ടേ. അപ്പോ സുഖമായ പ്രസവത്തിലൂടെ നല്ല കുട്ടിനെ കൊടുക്കണം റഹ്മാനെ. ഗർഭിണികളായ സ്ത്രീകൾക്ക് നീ സുഖപ്രസവം നൽകണം റഹ്മാനെ. നല്ല സന്താനങ്ങളെ നൽകണം റഹ്മാനെ. പടച്ചവനെ, ചെറുപ്പക്കാരായ യുവാക്കൾ SYS-ന്റെയും SSF-ന്റെയും പ്രവർത്തകന്മാർ, SMA-യുടെ പ്രവർത്തകന്മാർ, അങ്ങനെ നമ്മുടെ പ്രവർത്തകന്മാർക്കെല്ലാം നീ ഐശ്വര്യവും ബർക്കത്തും നൽകണേ അല്ലാഹ്. കടം കൊണ്ട് ഞങ്ങളെ നീ വിഷമിപ്പിക്കല്ലേ അല്ലാഹ്. കടം കൊണ്ട് മറ്റൊരാളുടെ മുഖത്ത് നോക്കി അവരുടെ കറുത്ത മുഖം കാണുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ ഇസ്സത്തിലാക്കി തരണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഏറ്റിത്തരണം റഹ്മാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അവിടുത്തെ ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. അവിടുത്തെ ജിവാറിൽ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളുടെ ഈ മദ്രസ ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിലായി നിലനിർത്തി തരണം റഹ്മാനെ. അതിന് പണം തന്നവരും ദേഹം കൊണ്ടും വാക്കുകൊണ്ടും എല്ലാ നിലക്കും അധ്വാനിച്ച എല്ലാ ആളുകൾക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരുടെയും സർവ്വ രോഗങ്ങളും നീ ശിഫയാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ മക്കളെയും മക്കളുടെയും രോഗങ്ങൾ
ശിഫയാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ ഭർത്താക്കളുടെ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ. മറ്റ് ബന്ധുക്കളുടെ രോഗങ്ങൾ ശിഫയാക്കണം റഹ്മാനെ. സന്താനങ്ങളില്ലാത്തവർക്ക് നല്ല സന്താനം നൽകണം അല്ലാ. നീ നൽകണേ അല്ലാ. സ്വാലിഹായ സന്താനം നൽകണേ അല്ലാ. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. اللهم صل وسلم وبارك على